السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة الشديدة من لدن حكيم وعلى آله الطيبين الطاهرين وأصحابه أجمعين. ഇതിൽ ഉപുഷ്ടരായ SPSSന്റെ നേതാക്കന്മാരെ, സദസ്സിലെ സഹൃദയരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇവിടെ സൂഫിസം സംബന്ധിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടത്. ഈ വിഷയം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനൊക്കെ പാകമുള്ള മനസ്സാണ് നിങ്ങളുടേതെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഇങ്ങനൊരു വിഷയം വെച്ചത് ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൂടുതൽ ഭൗതികതയുടെ അതിപ്രസരം അത് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആധ്യാത്മികതയുടെ ആഴത്തിലേക്ക് ഒന്ന് എത്തി നോക്കി അങ്ങോട്ടൊക്കെ ഒന്ന് സഞ്ചരിച്ചു വരുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ഈ വിഷയം വെച്ചത്. ഈ സൂഫിസം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ആഴമാണ്, തൗഹീദിന്റെ ആഴമാണ്. നമ്മൾ സൂഫികളല്ലാത്തവർ, സൂഫിസത്തിൽ പ്രവേശിക്കാത്തവരൊക്കെ ഇഹലോകത്ത് ജീവിക്കുമ്പോൾ അവർ ബദ്ധരാണ്. സൂഫിസത്തിലേക്ക് പ്രവേശിച്ചവർ ശുദ്ധരാണ്. അതാ വ്യത്യാസം. സൂഫിസം ഇല്ലാത്തവർ ബദ്ധരാണ്, സൂഫിസം ഉള്ളവർ സിദ്ധരാണ്, അതല്ലെങ്കിൽ ശുദ്ധരാണ്. ഈ വ്യത്യാസമാണ് അടിസ്ഥാനപരമായി ഉണ്ടാവുക. ഒരാൾക്ക് സ്വർഗത്തിൽ സൂഫിയാകേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. സൂഫിയായില്ലാന്ന് വിചാരിച്ചിട്ട് സ്വർഗത്തിലേക്കൊക്കെ പോയി വരും. പക്ഷേ ഈ ഇസ്ലാമിന്റെ അതല്ലെങ്കിൽ തൗഹീദിൽ കൂടെയുള്ള ഉയർച്ച, തൗഹീദിൽ കൂടെയുള്ള വളർച്ച, തൗഹീദിൽ കൂടെയുള്ള ഉദ്ഗതി, തൗഹീദിൽ കൂടെയുള്ള പുരോയാനം, ഇതൊക്കെ സാധിക്കണമെങ്കിൽ തസവ്വുഫ് സ്വീകരിച്ചേ പറ്റും. ആദ്യമായി നമ്മൾ തൗഹീദിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാണല്ലോ നമ്മുടെ അടിസ്ഥാനം. ആ ലാ ഇലാഹ എന്നതിന്റെ വ്യാഖ്യാനം, വിശദീകരണം പറയുമ്പോഴേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ഇല്ലല്ലാഹ്, ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, ലാ മശ്ഹൂദ ഇല്ലല്ലാഹ്, ലാ മൗജൂദ ഇല്ലല്ലാഹ്. ഇത് ലാ ഇലാഹ ഇല്ലല്ലയെ മനസ്സിലാക്കുന്നതിന്റെ രീതിയാണ്. ഒന്നാമത്തെ രീതി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹതപ്പെട്ടവരില്ല, ആരാധന അർഹിക്കുന്നത് അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്നുള്ള വിശ്വാസം. അതിന്റെ അപ്പുറം കടന്ന് ഒന്നും കൂടി മുന്നോട്ട് പോകുമ്പോൾ ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ലക്ഷ്യമില്ല. വീണ്ടും മുന്നോട്ട് പോയാൽ ലാ മശ്ഹൂദ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ എവിടെയും കാണുന്നതല്ല. പിന്നെ അവസാനം ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇല്ല, മറ്റൊന്നുമില്ല, അസ്തിത്വം തന്നെയല്ല. ഇങ്ങനെ തൗഹീദിൽ കൂടിയുള്ള ഉയർച്ച, തൗഹീദിൽ കൂടിയുള്ള വളർച്ച, തൗഹീദിൽ കൂടിയുള്ള പുരോഗതി, അതിൽ കൂടിയുള്ള ഉദ്ഗതി, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ സൂഫിസം എന്ന് പറഞ്ഞാൽ. നമ്മൾ സാധാരണ രീതിയിൽ ഒരു മുസ്ലിമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ നിസ്കരിക്കും, നോമ്പ് നോൽക്കും, ഹജ്ജ് സക്കാത്ത് തുടങ്ങിയതൊക്കെ ചെയ്യും, ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കും. പക്ഷെ ഇതൊക്കെ തസവ്വുഫിൽ കൂടി യാദ ഇലാഹിയല്ല, യാഫ്ത ഇലാഹിയാണ്. ഈശ്വര സ്മരണ എന്ന് മലയാളത്തിൽ പറയണേ, മറ്റത് ഈശ്വര സ്മരണ പോലെ ഈശ്വര പ്രാപ്തിയാണ്. അതാ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പടച്ചോനെ നമ്മൾ ഓർക്കാതെക്കൊക്കെ ചെയ്യും, പലപ്പോഴും ഓർക്കും, പലപ്പോഴും ഓർക്കാതെക്കും. പക്ഷെ അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഒരിക്കലും ഓർക്കാതെക്കാൻ പാടില്ല. അള്ളാഹുവിനെ നമ്മൾ ഒരിക്കലും ഓർക്കാതെക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ഓർക്കലില്ല. പിന്നെ ഈ പലപ്പോഴും നമുക്ക് അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഉസ്താദ് ഇവിടെ സൂചിപ്പിക്കണ്ടായി മൊബൈലിനെ പറ്റി. ഞാൻ മൊബൈല് കൊണ്ടുനടക്കലില്ല. ഇന്നിപ്പോൾ അത്യാവശ്യമാവും വിചാരിച്ചിട്ട് എടുത്തത്. അതുണ്ട് എനിക്ക്, പക്ഷെ റൂമിൽ വെക്കലാ, കൊണ്ടുനടക്കലില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്തരം ഉപകരണങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ഉപകരണങ്ങൾ നമ്മളെ എത്രത്തോളം കേടുവരുത്തുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കി. പലതിനും ഉപയോഗപ്പെടും, ഉപയോഗിക്കേണ്ടതിന് ഉപയോഗ വസ്തു തന്നെയാണ്, പക്ഷെ കേടുവരുത്തുന്നത് ചിന്തിക്കണ്ടേ? ഞാൻ കുറച്ച് മുമ്പ് ഒരു കാറിൽ പോവുക, ഒരു ഉസ്താദിന്റെ കൂടെ കാറിൽ പോവുക. കുറച്ചൊക്കെ വലിയ പ്രായമൊക്കെയുള്ള ഉസ്താദ് തന്നെയാണ്.
അപ്പോ ഇങ്ങനെ പോണ സമയത്ത് കുറച്ചിങ്ങനെ എത്തിയപ്പോ മഗ്‌രിബ് അങ്ങോട്ട് നിസ്കരിക്കാൻ നേരായി. അപ്പോൾ ഇവർക്കൊരു ഫോൺ വന്നു. ഹലോ ഹലോ, ഞങ്ങൾ പള്ളിക്കലേക്ക് നിസ്കരിച്ചാൻ ഇറങ്ങിയിരിക്കുകയാണ് പറഞ്ഞു. അപ്പൊ ഞാൻ മൂപ്പരോട് ചോദിച്ചു, അല്ല നിങ്ങളും പറഞ്ഞു ഇപ്പൊ ചോദിച്ചു. അതെന്ത് ചോദിച്ചു? ഇറങ്ങിയിട്ടില്ലല്ലോ, ഇറങ്ങാതെ ഇറങ്ങിക്കുക, പള്ളിക്കലേക്ക് നിസ്കരിക്കാൻ ഇറങ്ങിക്കുക എന്നാ പറഞ്ഞതേ. അപ്പൊ അതിപ്പോ ഏതായാലും ഇപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവല്ലേ, അല്ല ഇറങ്ങാൻ പോവുകയാണെന്നല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്, ഇറങ്ങിയെന്നല്ലേ പറഞ്ഞത്. അപ്പോ പിന്നെ അപ്പൊ ഏതായാലും നമ്മൾ എത്തുന്ന ഉറപ്പല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞതാണ്. ഉറപ്പോ? ആർക്ക് ഉറപ്പ്? അപ്പോ അവസാനം മൂപ്പര് പറഞ്ഞു, എന്താ പൊക്കാട്ടുകാണ് പറഞ്ഞു പോയി. അപ്പൊ എന്റെ മൊബൈല് കയ്യിലുണ്ടായാലേ ഇത് ഉസ്താദല്ലേ, മൂപ്പര് പ്രസംഗിക്കുന്ന ആളല്ലേ, നുണ പറയാൻ പാടില്ലാന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ആളല്ലേ. പക്ഷെ മൂപ്പർക്ക് പറയാതെക്കാൻ കഴിയണില്ല. ഈ ഉപകരണം അങ്ങനെ ആക്കും നമ്മളെ, ഈ ഉപകരണങ്ങൾ നമ്മളങ്ങനെ ആക്കി തീർക്കും. അപ്പൊ എന്താ ചെയ്യാ? അപ്പോ പിന്നെ അങ്ങോട്ട് പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇതിപ്പോ എന്താ കാരണം എന്ന് വെച്ചാല് നമ്മൾ ഉദ്ദേശപൂർവ്വമല്ല, നുണ പറയണമെന്ന് ഉദ്ദേശപൂർവ്വമല്ല ചെയ്തിരിക്കുന്നത്, ആണ് പറഞ്ഞു പോയതാ. മൂപ്പരും പറഞ്ഞു പോയി എന്നാണല്ലോ പറഞ്ഞത്. വേറെ ചിലർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിരന്തരമായിട്ട് മൊബൈലിൽ സംസാരിക്കും, വിവരമുള്ളവർ തന്നെ. അപ്പോ പലരോടും ഞാൻ പറയലുണ്ട്, ഭക്ഷണം കഴിക്കണതിന്റെ ഇടയിലല്ല, കഴിഞ്ഞതിന് ശേഷം പറയും. ഇടയിൽ പറയാൻ പറ്റൂലല്ലോ. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പറ്റുമോ? പറ്റൂല. മൊബൈലിലാണെങ്കിൽ പറ്റുമോ? പറ്റൂല. പിന്നെ എന്താ നിങ്ങൾ പറഞ്ഞത്? എന്താപ്പോ കാട്ടുക, അത് അത്യാവശ്യമായി കയറി. ഇതിങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മളെ ചിട്ടകളിൽ നിന്ന്, നമ്മുടെ സംസ്കാരത്തിൽ നിന്നൊക്കെ നമ്മൾ തെറ്റിക്കുക. ബസ്സിലൊക്കെ പോണ സമയത്ത് തൊട്ടടുത്തിരിക്കണ്ടാവും ഒരു ചങ്ങായി, ഓൻ പറയിക്കാരോ, ഞാനൊരു 3 മണിക്കൂറേലും കഴിയും അങ്ങോട്ട് എത്താൻ, ഞാൻ ഇപ്പൊ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന്. ഇവിടെ ഇരുന്ന് കണ്ട് പിന്നെ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ മാറിക്കും, കാരണം നേത്തിക്കേറ്റ വെള്ളം തെറിച്ചാലോ വിചാരിച്ചു. എന്താ ഇവര് കുളിച്ചല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ പറ്റി ഞാൻ പറയുന്ന വാക്കുകൾ നമ്മുടെ നേരെ തിരിച്ചു നോക്കണം. നമ്മളടുത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കലില്ലേ? നമ്മളിങ്ങനെ പോരുന്ന സമയത്ത് കുറച്ച് ദൂരെത്തിയാൽ തന്നെ നമ്മൾ മേലാറ്റൂരിൽ നിന്ന് പുറപ്പെട്ട സമയത്ത്, അല്ല നിങ്ങൾ എത്തിക്കണോന്ന് ചോദിച്ചാല്, അല്ല ഞാൻ പാണ്ടിക്കാട്ടേക്ക് എത്തിക്കണു പറയും. മേലാറ്റൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനെ പറയാൻ പാടില്ല എന്നാണല്ലോ ഇപ്പൊ നമ്മൾ പറയുന്നതും പഠിപ്പിക്കണതും. ഈ അസത്യം പറയാതൊക്കെ എന്നുള്ള തസവൂഫിന്റെ ഏറ്റവും വലിയ ആചാര്യനായ ഷെയ്ഖ് ജീലാനി, അദ്ദേഹത്തെ നമുക്ക് പരിചയമുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഉയർച്ചയുടെ, അദ്ദേഹം നിങ്ങൾ കേട്ടതിന്റെ ഞാൻ പറയുന്ന ചിലതൊക്കെ, അദ്ദേഹം 18-ാമത്തെ വയസ്സിൽ ബഗ്ദാദിലേക്ക് പഠിക്കാൻ പോണ സമയത്ത് ഉമ്മാരോട് നുണ പറയരുത് എല്ലാ ഉമ്മാരും പറയലൊക്കെ ഉണ്ടാവും ഇങ്ങനെ. പക്ഷെ നമ്മളാ വാക്കിന് എത്രത്തോളം വില കൊടുക്കും? ഉമ്മാരോട് നുണ പറയരുത്. അവസാനം വൈക്ക് വെച്ചാണ് കൊള്ളക്കാര് പിടികൂടിയിട്ട് എന്തൊക്കെ എന്റെ അടുത്തുള്ളതെന്ന് ചോദിച്ചപ്പോ സത്യം പറഞ്ഞു. എന്റെ കുപ്പായ കഴിച്ചിന്റെ ഉള്ളിൽ കുറച്ച് സ്വർണ്ണ നാണയുണ്ട്, ഒരു 80 സ്വർണ്ണ നാണയുണ്ട്, അത് ഉമ്മ ചാടിപ്പോകാതെക്കാൻ വേണ്ടി ഇവിടെ തുന്നി കെട്ടി തന്നതാണ്. അപ്പൊ ഇജെന്തെങ്ങനെ സത്യം പറയാൻ കാരണം? ഞാൻ എന്റെ ഉമ്മ പറഞ്ഞുകൂടെ നുണ പറയരുതെന്ന്. പിന്നെ ഞാൻ പോണതാണെങ്കിൽ ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ വൈക്ക് വെച്ച് ഞാൻ അങ്ങനെ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്യം, ശുദ്ധമായ ലക്ഷ്യത്തിനും അത് തടസ്സാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ആ കൊള്ളക്കാരൻ എന്നെ മാനസാന്തരം ഉണ്ടായി എന്ന് നമ്മൾ പറയുന്നതല്ലേ. കളവ് പറയരുതെന്നുമ്മ ചൊന്നാരെ, കള്ളന്റെ കയ്യിലെ പൊന്ന് കൊടുത്തോവർ, ഇതൊക്കെ നമ്മൾ പറയുന്നതല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു മനുഷ്യനെ ലാ തക്ദീബ് എന്നുള്ള വാക്കുകൊണ്ട് നന്നാക്കി. ലാ തക്ദീബ്, ഒറ്റ വർത്താനം. ഒരാൾ ഔസിനി എനിക്ക് ഉപദേശം തരണമെന്നാണ്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലാ തക്ദീബ്, കള്ളം പറയരുത്. അപ്പോ വീട്ടിൽ പോയതിനു ശേഷം മൂപ്പർക്ക് എല്ലാ ദോഷവും ഉണ്ടായിരുന്നു. രാത്രി ഭാര്യ ഉണ്ടെങ്കിലും ഭാര്യന്റെ അടുത്ത് മാത്രം കിടന്നാൽ പോരാ, വേറെ അവിടെയൊക്കെ പോയി കിടക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു മൂപ്പർക്ക്. അപ്പൊ രാത്രി ഒരു അർദ്ധരാത്രിക്കാണ് ആയ സമയത്തൊന്ന് നീച്ചു പോകണം. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ നാളെ റസൂലിന്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് എന്തൊക്കെ എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നുണ പറയാൻ പാടില്ലല്ലോ, പറയരുതെന്നല്ലേ ഉപദേശിക്കുന്നത്. ചെയ്ത സംഗതി പറയാൻ പറ്റുന്നതുമല്ലല്ലോ. വേണ്ട പരിപാടി തീരുമാനിച്ചു. പിന്നെ മൂപ്പർക്ക് മോഷണ സ്വഭാവം ഉണ്ടായിരുന്നു. കക്കാൻ പോകാൻ അങ്ങനെ തുടങ്ങുന്ന സമയത്തും ആലോചിച്ചു, അല്ല അപ്പൊ നാളെ റസൂലിന്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് എന്തേ കാരം? അപ്പൊ നുണ പറയാൻ പാടില്ലല്ലോ, അത് സത്യം പറഞ്ഞാൽ എന്തേ കാരം? അപ്പൊ അതുകൊണ്ടെന്നാ വേണ്ട, അതും തീരുമാനിച്ചു. ലാ തക്ദീബ് എന്നുള്ള ഒരൊറ്റ വാക്കുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ മനുഷ്യനെ മുഴുവനും മാനസാന്തരപ്പെടുത്തി, അയാളുടെ ജീവിതം പരിവർത്തിതമായി. അപ്പൊ കണ്ടില്ലേ, ഇങ്ങനെ ചെറിയ ചെറിയ മൂല്യങ്ങളുണ്ടല്ലോ, ഈ മൂല്യങ്ങളുടെ ശ്രദ്ധ, ആ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത, ആ പ്രതിബദ്ധതയാണ് യഥാർത്ഥത്തിൽ നമ്മളെ തസവുഫിന്റെ വഴിയിലേക്ക് അടുപ്പിക്കുന്നത്. ഇങ്ങനെ സ്വഭാവത്തിലുണ്ടാവുന്ന സംസ്കരണം, ജീവിതത്തിലുണ്ടാവുന്ന വിശുദ്ധി, ആ വിശുദ്ധിയിൽ കൂടിയാണ് തസവുഫിലേക്ക്. അതിന് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ഇലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ച് പറഞ്ഞയച്ചിരിക്കുന്നതിന്റെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാനാ. കബദ് അങ്ങനെയാണ്. നമ്മളിപ്പോ എന്താ, നമുക്ക് സുഖമായിട്ട് ജീവിക്കണം,
നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കണം. ആ സുഖത്തിന് തടസ്സം പറ്റുന്നതൊന്നും നമ്മൾ ആ സുഖത്തിന് ഇങ്ങനെ ടെക്നോളജി ആണെങ്കിലോ ശാസ്ത്ര സാങ്കേതിക വിദ്യ നമ്മളെ സുഖിപ്പിക്കാനായിട്ട് പണിയെടുത്തു കൊടുക്കുക അല്ലെ? ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ നമ്മളെ സുഖിപ്പിക്കാനായിട്ട് പണിയെടുക്കല്ലേ? ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകാതെക്കാൻ വേണ്ടി വിസറിയോണ്ട് മിന്നണ സമയത്ത് കയ്യിനൊരു വ്യായാമം കിട്ടിയിരുന്നു. കുറച്ച് വെച്ചുമ്പോൾ ഇടത്തെ കയ്യിൽ കുടിച്ചാണ് മിന്നു, ഈ കയ്യിനൊരു വ്യായാമം കിട്ടിയിരുന്നു. ഇവ രണ്ട് കയ്യും ഇങ്ങനെ കെട്ടിയിരുന്നാൽ മതി, മേലുണ്ടാവും ഇങ്ങനെ കറങ്ങണേ കേട്ടോ. കയ്യൊന്ന് ഇളക്കവും കൂടിയും വേണ്ട. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ ഉണ്ടാക്കി തരാനേ. ഇങ്ങനെ ശാസ്ത്രം നമ്മളെ എരപ്പാക്കാൻ വേണ്ടി, കേടെടുത്താൻ വേണ്ടി, ശാരീരികമായിട്ടും മാനസികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ കേടെടുത്താൻ വേണ്ടി ഇങ്ങനെ ശാസ്ത്രം. ഞാനിപ്പോ നിങ്ങളൊക്കെ ശാസ്ത്ര വിദ്യാർത്ഥികളുണ്ടാവും, എനിക്കറിയാം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടത്തരാണതേ അല്ലേ? ഞാൻ ശാസ്ത്ര വിരോധിയ. ഇതിപ്പോ ശാസ്ത്രത്തിന്റെ സംഭാവനയാണ്. ഈ ഒച്ചത്ര ഓർക്കനെ കേൾക്കുകയില്ലായിരുന്നെങ്കിലേ നമ്മൾ അംഗീകരിക്കണില്ല എന്നല്ല ഈ പറയുന്നത്. നിങ്ങൾ നോക്കി, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസം കൊണ്ട് ശാസ്ത്രം യുക്തിയുടെയും ബുദ്ധിയുടെയും വഴിയാ. തസൗഫ് പറഞ്ഞാൽ യുക്തിയുടെയും ബുദ്ധിയുടെയും വഴിയല്ല, അതിന്റെ അപ്പുറത്ത് കൂടി സ്നേഹത്തിന്റെയൊക്കെ വഴിയാ. അത് അംഗീകരിക്കൂല. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ബുദ്ധി യുക്തി അങ്ങനെ ആയിക്കൂടി അതിന്റെ വളർച്ചയാണ്. അങ്ങനെ പോരാ. അതാ ഞാൻ പറഞ്ഞത്, ബുദ്ധിപരമായി യുക്തിപരമായി വളർന്നാൽ പോരാ, മാനസികമായിട്ടും ആത്മീയമായിട്ടുള്ള വളർച്ച വേണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? അടിസ്ഥാനപരമായ ഘടകം തന്നെ മനുഷ്യന്റെ ആത്മാവാ. അത് ശാസ്ത്രത്തിന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പൊട്ടത്തരം അറിയണത്. മനുഷ്യന് ആത്മാവുണ്ടെന്ന് ശാസ്ത്രത്തിന് നിശ്ചയം ഉണ്ടാവുമോ? ശാസ്ത്രം പഠിപ്പിച്ചു തരുമോ മനുഷ്യന് ആത്മാവുണ്ടെന്ന്? നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി കണ്ട് 5 കൊല്ലം പഠിച്ചാല് നിങ്ങൾ ഡോക്ടറായിട്ട് വരും. പക്ഷെ ശരീരത്തെ പറ്റി, മനസ്സിനെ പറ്റി, ശരീരത്തിന്റെ അതിന്റെ അതിന്റെ അനോട്ടമി, അതുപോലെ ശരീരത്തിന്റെ ഘടന, എങ്ങനെ രോഗം ഉണ്ടാകുക, പിന്നെ മരുന്ന്, അതൊക്കെ നിങ്ങൾ പഠിക്കും. പക്ഷെ മനുഷ്യന് ആത്മാവുണ്ട് നിങ്ങൾ പഠിക്കുമല്ലോ. പക്ഷേ ഒരു ശരീരത്തിൽ മനുഷ്യനെ പറ്റി പഠിക്കാറുള്ള സമ്പൂർണ്ണാവണ്ടേ, സമഗ്രാവണ്ടേ, പഠനം കോംപ്രിഹെൻസീവ് ആവണ്ടേ? പഠിപ്പിക്കൂല. ആത്മാവിനെ പറ്റി പഠിപ്പിക്കൂല. അതല്ലേ പ്രധാനപ്പെട്ടത്? ഭർത്താവ് മരിച്ചെടുക്കുന്ന സമയത്ത് ഭാര്യ തലയിൽ കഴിച്ചിട്ടിയാണെന്ന് ഓരോളിച്ചും ഹിച്ചുള്ളവർ പോയല്ലോ നീച്ചാരാണ് എന്ന് പറഞ്ഞ് ഓരോളിച്ചും ആളുകൂടെ കിടക്കുന്നുണ്ടാവും. ആളുകൂടെ കിടക്കണില്ലേ? പിന്നെ തെച്ചുള്ളവർ പോയല്ലോ അറിയണത്. ആരെ പോയപ്പോ? ഇവിടെ കിടക്കണുണ്ടേ, കൊണ്ടുപോയിട്ടില്ല, മയ്യത്തെടുത്തിട്ടില്ല, അവിടെ കിടക്കണുണ്ടേ. അപ്പോഴാ പറയണത് തെച്ചുള്ളവർ പോയല്ലോ നീച്ചാരാണ് എന്ന് പറഞ്ഞ് ഓരോളിച്ച. അപ്പൊ ഇവിടെ കിടക്കണുണ്ടല്ലോ, പോയിട്ടില്ലല്ലോ. കിടക്കണുണ്ടെന്ന് മാത്രമല്ല, ഇത് അധിക സമയം ഇവിടെ കടന്നാ ഇടങ്ങേറാ. പിന്നെ അമ്മ കൂടെ ഇരിക്കാൻ പറ്റൂല കുറച്ച് കഴിഞ്ഞാല്. അതാ ഈ കിടക്കണ ശരീരം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ സുഖിപ്പിക്കാൻ വേണ്ടി അതിനിങ്ങനെ സോപ്പിട്ട് പൗഡർ ഇട്ട് അതിങ്ങനെ പിന്നെ സുന്ദരമാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കാൻ വേണ്ടി അതിന് വേണ്ട സൗകര്യങ്ങളും അതിനുവേണ്ടി സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഒക്കെ ഇങ്ങനെ തരിക ശാസ്ത്രം നമുക്ക്. എന്നിട്ട് അതിന് വേണ്ട വ്യവസായ കന്നലക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ മനുഷ്യന് നന്നാകാൻ വേണ്ടി ആരാന്നും മനസ്സിലാക്കാനുള്ള വഴി പോലും ഇല്ല. നിങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയാലും, നിങ്ങൾ പിന്നെ മെഡിക്കൽ കോളേജിൽ പോയാലും, നിങ്ങൾ MCA കാരനായാലും, നിങ്ങൾ MBA കാരനായാലും, ഏത് വിജ്ഞാനത്തിന്റെ ശാഖ നിങ്ങൾ പഠിച്ചാലും മനുഷ്യാത്മാവിനെ പറ്റി അറിയില്ല. അത് നേരത്തെ ഉണ്ടായിരുന്നു. ഇവിടെ ബ്രിട്ടീഷുകാർ വരുന്നതിന്റെ മുമ്പ് ഉണ്ടായിരുന്നു. സംഗതി ഹിന്ദുമതമൊക്കെ തന്നെ ആയിരിക്കും. ഹിന്ദുമതം എന്ത് മതമെങ്കിലും ആയിക്കോട്ടെ. ബ്രിട്ടീഷുകാർ വരുന്നതിന്റെ മുമ്പ് വെള്ളക്കാർ, പാശ്ചാത്യരുടെ ചിന്തയാണത്. പാശ്ചാത്യൻ ചിന്തയാണ് പിന്നെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ ടെക്നോളജിയാണ്, ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം എന്ന ചിന്ത തന്നെ വെള്ളക്കാരതാ. അത് സാമ്രാജ്യ ശക്തികളുടെതൊക്കെയാണ്. അത് ഇന്ത്യന്റെ പൈതൃകം തന്നെ. കാരണം ഇന്ത്യന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഇസ്ലാമിന്റെ ഒക്കെ പാരമ്പര്യമല്ലേ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ടാവും. പക്ഷെ ഇന്ത്യയിൽ അതിന്റെ പേര് ഇസ്ലാമിനെ ഇന്ത്യക്ക് ഇറക്കിയെന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തേക്കാണ് അതിന്റെ. ഇമാം അലി ബിൻ അബി താലിബിന്റെ പ്രസിദ്ധമായൊരു വാക്കേനുണ്ട്, ഇന്ത്യയിലെ കാറ്റ് എത്ര മനോഹരം, നമ്മുടെ ആദ്യ പിതാവായിട്ടുള്ള ആദം നബി ഇന്ത്യയിലാണ് വന്നത്. പിന്നെ അപ്പോ എന്താ ഈ ഇന്ത്യ രാജ്യത്തുള്ള ചിന്ത, ആ ചിന്തയിൽ അടിസ്ഥാനപരമായി കുറെ ഗുണങ്ങളുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യാത്മാവിന്റെ അനശ്വരതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യനെ മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ അനശ്വരനാണ്, അവന് ആത്മാവുണ്ട്, അതാണ് പ്രധാനം, അതാണ് വലുത് എന്ന് ചിന്തിക്കലാണ് യഥാർത്ഥത്തിൽ ശരിയായ തരത്തിലുള്ള വിദ്യാഭ്യാസ ചിന്ത. ഇല്ലാത്ത നിങ്ങൾ നോക്കി, ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ചതുകൊണ്ട് നമുക്ക് എന്തുണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. മനുഷ്യന് ആയുസ് കൂടിയോ? ആയുസ് കൂടിക്കണോ? കുറഞ്ഞിക്കല്ലേ?
ആദം നബിയും നൂഹ് നബിയൊക്കെ എത്ര കൊല്ലം ജീവിച്ചിരുന്നു. അന്ന് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്ര വികസിച്ചിട്ടില്ല. വികസിക്കാത്ത കാലത്ത് ഒരുപാട് ആയുസ്, വികസിച്ചപ്പോ ആയുസ് അങ്ങനെ പറയാം. ഇനി ആയുസ് കൂടിയിട്ടില്ല എന്ന് മാത്രമല്ല, ആരോഗ്യം കൂടിയിക്കണോ? ആശുപത്രി കൂടിയിക്കണ്. ആശുപത്രി കൂടുന്നത് എന്തുകൊണ്ടാ? ആരോഗ്യം കുറയുന്നത് കൊണ്ടല്ലേ. പെരുന്തൽമണ്ണ അങ്ങാടിക്കാണ് പോയി നോക്കിയാൽ ഞാൻ അധികം ഉണ്ടാകല്. പെരുന്തൽമണ്ണ അങ്ങാടി പോയ എത്രങ്ങാൻ ആശുപത്രിയാണ് അവിടെ. പിന്നെ മൗലാന ആശുപത്രി, EMS ആശുപത്രി, അൽഷിഫ ആശുപത്രി, താലൂക്ക് ആശുപത്രി, ഇപ്പൊ ജില്ലാ ആശുപത്രിയാക്കി. അപ്പുറത്ത് മെഡിക്കൽ കോളേജ്, എത്ര ആശുപത്രിയാ. ഇതൊക്കെ ചെന്ന് നോക്കുമ്പോൾ ഒരു ടോക്കൺ നമുക്ക് കിട്ടണമെങ്കിൽ എത്ര നേരം കാത്തുക്കണം? തിരക്കോട് തിരക്ക്. എന്താ കാരണം? മനുഷ്യന്മാരൊക്കെ രോഗികളായിരിക്കുക. ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ചിട്ടുണ്ടെങ്ങനെ രോഗികളാകട്ടെ. എന്തങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതേ പെരുന്തൽമണ്ണ അങ്ങാടി കൂടെ ഒന്ന് നടന്നു നോക്കി എത്ര മൃഗാശുപത്രി ഉണ്ട്, വെറ്റിനറി ആശുപത്രി എത്ര ഉണ്ട് നോക്കി. 1 2 എണ്ണം ഉണ്ടാവും. അവിടുത്തെ ഡോക്ടർക്ക് എന്താ പണി? ആരെങ്കിലും സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ വന്നിട്ടുണ്ടെങ്കിൽ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലേ? ചികിത്സിക്കണ ഈ രോഗം വേണ്ടേ? മൃഗങ്ങൾക്ക് എവിടെ രോഗം? മൃഗങ്ങൾക്ക് രോഗമല്ല. പിന്നെ നമ്മള് കൊളസ്ട്രോൾ എന്ത് കാണിച്ചിട്ടും കുറയുന്നില്ല എന്നാണ്ടപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല മൃഗങ്ങൾക്ക് കുറച്ചു മുമ്പ് ഒരു കുളമ്പ് രോഗം കൊടുത്തു. നമ്മൾ കൊളസ്ട്രോൾ ഒന്നും കുറഞ്ഞോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു രോഗം ഉണ്ടായി. പിന്നെ ചിലപ്പോ കാണാം പക്ഷിപ്പനി എന്ന് പറഞ്ഞാൽ അതിലും എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒരു പശ്ചാത്തലം. അത് വേണ്ടത് എന്റെ ഈ ശാസ്ത്രവും സാങ്കേതിക വിദ്യയൊക്കെ എങ്ങനെ വികസിച്ചിട്ട് മനുഷ്യങ്ങനെ രോഗികളാകരുത്? എന്താ മുമ്പ് കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നോ? വല്ലപ്പോഴും ജരാമ്പനിയൊക്കെ ഉണ്ടാവുന്നിട്ട് അതിനൊന്നും കാട്ടാതെ തന്നെ അതിന് മാറുകയും ചെയ്യും. ഇനി വല്ലതും അത്യാവശ്യമാണെങ്കിൽ ചുക്ക് കാപ്പി എന്തെങ്കിലുമൊക്കെ കുടിച്ച് അതാണ് മാറുകയും ചെയ്യും. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ എല്ലാവർക്കും ദൈനംദിനം അല്ലെ, നമ്മുടെ റൂട്ടീൻ അല്ലെ, നമ്മുടെ റൂട്ടീന്റെ ദിനചര്യയുടെ ഭാഗമല്ലേ മിക്ക ആൾക്കാർക്കും മരുന്ന് കുടിച്ചത്. എന്താ കാരണം? ശാസ്ത്രവും സാങ്കേതിക വിദ്യ വികസിക്കണില്ലേ. എന്നിട്ട് എന്താപ്പത് ഇങ്ങനെ? അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ, എന്നിട്ട് ശാസ്ത്രം പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ അത് ശാസ്ത്രീയമാണെന്ന് പറഞ്ഞ വലിയ കാര്യമെന്ന് വെച്ചാൽ ആണ്. അല്ലാതെ ഞാൻ പറയണമെന്നില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ആസ്ട്രോനാറ്റുകൾ ആംസ്ട്രോങ്ങും ആൽഡ്രിനും കോളിൻസും ഒക്കെ ചന്ദ്രനിൽ പോയി വന്നതിന് ശേഷം പറഞ്ഞു ചന്ദ്രഗോളത്തില് പിന്നെ അവിടെ ജീവജാലങ്ങളില്ല. കാരണം അവിടെ ജലാംശമില്ല. എങ്ങനെ പോലെ അവിടെ ജലാംശമില്ല അറിയാം? ഒരു പോയെടുത്തില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ? എന്നിട്ട് നമ്മളെ വിശ്വസിച്ചു നേരെ കേട്ടോ അവിടെ ജലാംശമില്ലാന്ന്. ഇത് ഇപ്പൊ നമ്മളെ ചന്ദ്രനിൽ മനുഷ്യണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് ഭൂമിയിൽ വന്നിട്ട് സഹാറ മരുഭൂമി കൂടെ ഇങ്ങനെ നടന്നു നോക്കിയാണ്ട് ഭൂമിയിൽ എവിടെയും ജലാംശമില്ല എന്ന് പറഞ്ഞാൽ ശരിയപ്പത്. എന്നിട്ട് അവിടെ ജലാംശമില്ല എന്നിട്ട് നമ്മളത് വിശ്വസിച്ചു. ഇനി ജലാംശം ഇല്ലെങ്കിൽ ജീവജാലങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് ഭൂമിയുടെ പ്രകൃതിയല്ലേ. അവിടെ എങ്ങനെയെന്ന് പാര പറഞ്ഞത്? അല്ല, ഭൂമിയുടെ പശ്ചാത്തല പ്രകൃതി നോക്കിയാണ്ട് ഇവിടെ ജലാംശം അല്ലെങ്കിൽ ജീവികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്നറിന്റെ അങ്ങനെ എങ്ങനെയാ പറയാ? എന്നിട്ട് ഓരെന്തേലൊക്കെ പറഞ്ഞാൽ അതാണ് വിശ്വസിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ പിന്നെ ഈ കണക്കൊക്കെ പഠിക്കണ യൂക്ലിഡിയൻ സിദ്ധാന്തം നിങ്ങൾ എന്താ ജോമെട്രി പഠിക്കുമല്ലോ. ജോമെട്രി പഠിക്കുന്ന സമയത്ത് യൂക്ലിഡിയൻ സിദ്ധാന്തം പഠിക്കും. യൂക്ലിഡ് പറഞ്ഞാൽ വലിയ ബുദ്ധിമാനാ. ഐൻസ്റ്റീൻ വന്നതോടുകൂടിയാണ് യൂക്ലിഡിന്റെ സ്ഥാനം കുറഞ്ഞത്. അതുവരെ 2000 വർഷം വലിയ ബുദ്ധിമാനായിട്ട് ഉള്ള ആരായിരുന്നു യൂക്ലിഡ്. മൂപ്പര് പറഞ്ഞിക്ക നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ ബിന്ദു എന്ന് പറഞ്ഞാല് രേഖാ ബിന്ദു എന്നൊക്കെ പറഞ്ഞാൽ എന്താ? രേഖ എന്ന് പറഞ്ഞാൽ അത് വീതിയില്ലാത്ത നീളം മാത്രമുള്ള സാധനം രേഖ. ബിന്ദു എന്ന് പറഞ്ഞാൽ നീളവും വീതിയൊന്നും ആഴമൊന്നും ഇല്ലാത്ത സാധനം ബിന്ദു. പച്ച നോണയല്ലേ പറയണത്? നോണയല്ലേ? രേഖ എന്ന് പറഞ്ഞ ഒരു വര വരച്ച അതിന്റെ ഒരു വീതി അതിനുണ്ടാവൂലേ? അതിന്റെ ഒരാഴം അതിനുണ്ടാവൂലേ? ഒരു ബിന്ദു ആണെങ്കിൽ അതിൻ്റെതായ ഒരു നീളോ അതിൻ്റെതായ ഒരു ആഴോ അതിനുണ്ടാവൂലേ? എന്നൊരു നീളവും വീതി ആഴോ ഇല്ലാത്തത് ബിന്ദു, നീളം മാത്രമുള്ള വീതി ഇല്ലാത്തത് രേഖ. നോണ പറയലേ അല്ലേ? ആലോചിച്ച് നിങ്ങള്. എന്നിട്ട് യൂക്ലിഡിയൻ സിദ്ധാന്തം 2000 കൊല്ലം ലോകത്ത് നിലനിന്നു എന്നൊക്കെ പറഞ്ഞ ഐൻസ്റ്റീൻ വന്നതിന് ശേഷമാണ് അത്ര യൂക്ലിഡിന്റെ സ്ഥാനം പോയത്. അപ്പോ ഇങ്ങനെ ഓരോന്നൊക്കെ കണക്ക് പഠിച്ചുമ്പോൾ നിങ്ങൾ ജിയോമെട്രി പഠിക്കുമ്പോൾ പഠിക്കണേനെ ഞാൻ ഈ പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിച്ചത്? ഭൂമിശാസ്ത്രം പഠിക്കുന്ന സമയത്താണ് ഭൂമിക്ക് ഒരു അച്ചുതണ്ട് ഉണ്ട്. നീ എവിടെ അച്ചുതണ്ട്? വെറുതെ സങ്കല്പല്ലേ. എന്നിട്ട് എന്റെ കവിത നിങ്ങൾ വായിച്ചിക്കണോ? നമ്മളെ ജാമിഅ നൂരിയന്റെ ഒരു അൽമുനീറിൽ ഞാൻ എഴുതിയിരുന്ന ഒരു കവിത ശാസ്ത്രക്കുരുട് കയറുണ്ട്. ശാസ്ത്രക്കുരുട് നിത്യവും പുസ്തക ഭാണ്ഡവും പേറിയിട്ടു കൃത്യമായി ക്ലാസ്സിലെത്തുന്ന ശിഷ്യൻ ഗുരുവിനോടിങ്ങനെ ചോദിച്ചു സാദരം ഗുരുതരമാവുമെന്നോർത്തിടാതെ
നിത്യവും പുസ്തക ഭാണ്ഡവും പേറിയിട്ടു കൃത്യമായി ക്ലാസ്സിലെത്തുന്ന ശിഷ്യൻ ഗുരുവിനോടിങ്ങനെ ചോദിച്ചു സാദരം ഗുരുതരമാകുമെന്നോർത്തിടാതെ, ഭൂമിക്കൊരച്ചുതണ്ടുണ്ടെന്ന് പറയുന്ന ഭൂശാസ്ത്ര പ്രസ്താവം സത്യമാണോ? നീളവും വീതിയും ആഴവുമില്ലാത്ത ബിന്ദുവെന്നുള്ളതു സത്യമാണോ? നാട്ടിൻ പുറത്തു നിന്നുള്ളൊര പയ്യന്റെ നാക്കിലെ ചോദ്യങ്ങൾ ചോദ്യങ്ങളായി ക്ലാസു മുറിയുടെ ഉൾത്തടമാകയും കാളസർപ്പത്തെ പോൽ പണമുയർത്തി. ഉത്തരത്തിനായി ധ്യാനിച്ചു ഉത്തമനാം ഗുരു മൗനിയായി. ഗുരുവിന്റെ വാക്കിലും മൗനത്തിലുമുണ്ട് ഉത്തരമെന്നതു സത്യമത്രേ, എങ്കിലും ഇത്രക്കു നീണ്ട മൗനത്തിലെന്തുത്തരമെന്നത് അജ്ഞാതമായി. അവ ഗുരുവിനോട് ചോദിച്ചിട്ടേ അതാണ് ഗുരു ഇങ്ങനെ പറയലാണ്, സങ്കല്പമല്ലയോ ദൈവവും ആത്മാവും, സങ്കല്പം വിശ്വസിക്കല്ല നിങ്ങൾ, സത്യമേ വിശ്വസിച്ചിടാവൂ, സത്യത്തെ ശാസ്ത്രമേ കാട്ടിത്തരുന്നതുള്ളൂ എന്ന് മാഷ് ക്ലാസ്സിൽ കുട്ടികളോട് പറഞ്ഞതാണ്. സങ്കല്പമല്ലയോ ദൈവവും ആത്മാവും, സങ്കല്പം വിശ്വസിക്കല്ല നിങ്ങൾ, സത്യമേ വിശ്വസിച്ചിടാവൂ, സത്യത്തെ ശാസ്ത്രമേ കാട്ടിത്തരുന്നതുള്ളൂ. അങ്ങനെ പറഞ്ഞപ്പോ കുട്ടികൾ ചോദിച്ചതാ, എവിടെ സങ്കല്പല്ലേ ഈ പറയുന്നത്? ഭൂമിക്ക് അച്ചുതണ്ട് എന്നുള്ളത് സങ്കല്പല്ലേ? അവസാനം ഗുരു കുടുങ്ങി. എന്നിട്ട് അവസാനം ഗുരുധരിച്ചുള്ളൊരു നീണ്ട കവിതയാണ്, ഗുരുധരിച്ചുള്ളൊരു ശാസ്ത്രശാഠ്യത്തിന്റെ കണ്ണട ശിഷ്യന്മാർ മെല്ലെ നീക്കി. ഗുരുധരിച്ചുള്ളൊരു ശാസ്ത്രശാഠ്യത്തിന്റെ കണ്ണട ശിഷ്യന്മാർ മെല്ലെ നീക്കി. വിനയത്തിൻ കണ്ണട പകരം ധരിപ്പിച്ചു ഗുരുവിനെ ശിഷ്യരുത്ബുദ്ധനാക്കി. ആ ഗുരുവിനെ ശിഷ്യർക്ക് എന്താ ഉത്ബുദ്ധനായി കൂടെ? അപ്പോ ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാലേ, നമ്മൾ ശാസ്ത്രം സാങ്കേതിക വിദ്യ എന്നൊക്കെ പറയുമ്പോൾ ആധ്യാത്മികതയും ആത്മീയതയും വെസ്റ്റിൽ അങ്ങനെ ഒരു യുക്തിയും ബുദ്ധിയും വളർത്തേ ചെയ്യുള്ളൂ. യുക്തിയും ബുദ്ധിയും വളർന്നാ പോരാ. യുക്തിയും ബുദ്ധിയും വളർന്നതിനനുസരിച്ച് സയൻസും ശാസ്ത്രവും ടെക്നോളജിയൊക്കെ വളരും, അത് വേണം, ആയിക്കോട്ടെ. പക്ഷെ അത് വളർന്നതിന്റെ ഒപ്പം ആത്മാവും വേണ്ടേ വികസിക്കുക. മനുഷ്യനിലുള്ളതല്ലേ ആത്മാവ്. മനുഷ്യന്റെ ആത്മാവ് വികസിക്കണില്ലെങ്കിൽ പിന്നെ അല്ലേ, ഒരാളെ ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രം തടി കൂടി, കാല് മാത്രമാണ് വണ്ണം കൂടി, നമ്മൾ മന്ത് നിലയിൽ പറയാം. ആ ശരീരം ശരിക്കും അതിന്റെ ആനുപാതികമായിട്ട് വേണം വണ്ണം കൂടാന്. ആനുപാതികമായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ വളരണം. ശരീരത്തിന്റെ എല്ലാ ഭാഗവും ഒരേപോലെ വളരുമ്പോഴേ സൗന്ദര്യം ഉണ്ടാവുള്ളൂ. മറ്റേത് ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ വളർന്നു. ഇപ്പൊ നിങ്ങൾ ഈ ജിമ്മിന് തന്നെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീർത്തിട്ട് ഇവിടെ മാത്രം വീർക്കുമ്പോൾ ഒരു വൃത്തികേടല്ലേ അത്? അല്ലേ, കാണാനൊരു ശൈലില്ല, ഒരു വൃത്തികേട്. കാരണം ഇവിടെ മാത്രം വീർത്താല് ശരീരം ആകെ വീർക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോ ഇത് ഏതെങ്കിലും ഒരു ഭാഗം വികസിക്കാൻ പറ്റൂല. അപ്പോ ശരീരം വികസിച്ചോട്ടെ, മനസ്സും വികസിക്കണം, ആത്മാവും വികസിക്കണം. അതിനുള്ള പണിയാണ് തസവൂഫ് എന്ന് പറഞ്ഞാല്. മനസ്സിനെ ശരിയാക്കല, മനസ്സിനെ ശരിയാക്ക. എന്താ മനസ്സിനെ ശരിയാക്കാറ? ഇമാം അലി ബിൻ അബി താലിബിനോട് ഒരിക്കൽ ചോദിച്ചു, പിന്നെ ഈ സ്വർഗത്തിലേക്ക് എത്ര ദൂരണ്ട് ചോദിച്ചു. സ്വർഗത്തിലേക്ക് എത്ര ദൂരണ്ട് എന്നേ, നല്ല ചോദ്യല്ലേ. സ്വർഗത്തിലേക്ക് എത്ര ദൂരണ്ട്, സ്വർഗത്തിലേക്ക് എത്ര ദൂരണ്ടെന്ന് ചോദിച്ചാൽ എന്താ അതിന് ഉത്തരം പറയാ? എടോ, നമ്മളെ സൂര്യനിൽ തന്നെ, നമ്മളിവിടുന്ന് നോക്കി അങ്ങനെ കാണുന്നുണ്ടല്ലോ സൂര്യൻ, ആ സൂര്യനിൽ തന്നെ 15 കോടി കിലോമീറ്റർ ദൂരല്ലേ? അത്ര ദൂരെയാണത് അല്ലേ? നമ്മളിങ്ങനെ നോക്കിയാൽ കാണുന്ന ആകാശത്ത് ഇങ്ങനെ നിലാവ് തരുന്ന ചന്ദ്രനുണ്ടല്ലോ, ചന്ദ്രനിൽ തന്നെ 3-4 ലക്ഷം കോടി കിലോമീറ്റർ ദൂരല്ലേ? പക്ഷെ എത്ര ദൂരാന്നാ ചോദിച്ചതേ. അലി ബിൻ അബി താലിബ് ഉത്തരം പറഞ്ഞു, ഖത്വത്തൈനി, 2 steps. Only 2 steps. ഖത്വത്തൈനി. അപ്പൊ ഏതാണത് എന്ന് ചോദിച്ചു. അൽ ഖത്വത്തുൽ ഊല നഫ്സുക്. ഒന്നാമത്തെ സ്റ്റെപ്പ് നിന്റെ മനസ്സ്. രണ്ടാമത്തെ സ്റ്റെപ്പ് സ്വർഗം. അപ്പൊ എന്താ സ്വർഗത്തിലേക്ക് എത്ര ദൂരണ്ട്? മനസ്സിനെ ദൂരം. മനസ്സിനെ കീഴ്പ്പെടുത്തിന് ശരിയാക്കിയ പിന്നെ സ്വർഗത്തിലേക്ക് എത്തി തന്നെ അർത്ഥം. അതാ. അപ്പൊ നമ്മുടെ മനസ്സിനെ, ആ മനസ്സാണ് പ്രധാനം. അതുപോലെ തന്നെ ആ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവാണ് പ്രധാനം. ഈ ആത്മാവിനെ പറ്റി, മനസ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിയാത്തവനെ യഥാർത്ഥത്തിൽ മുഴുവനായിട്ടുള്ള മനുഷ്യനെ മുഴുവനായിട്ട് അറിയണില്ല. മനുഷ്യനെ പിന്നെ വളരെ പാക്ഷികമായിട്ട് മാത്രമേ അറിയണുള്ളൂ. അപ്പോ തസവൂഫിൽ കൂടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളെ അറിയുകയാണ്. ഒന്നാമതായിട്ട് നോ ദൈ സെൽഫ്. ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് പാർലമെന്റില്, നമ്മളെ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു മന്ത്രി പിന്നെ അപമര്യാദയായിട്ട്
ഒരു മന്ത്രി അപമര്യാദയായിട്ട്, ഇപ്പോഴത്തെ മന്ത്രിമാരും അല്ലാതെ അപമര്യാദയായിട്ട് പെരുമാറലുണ്ട്. അതില് പിന്നെ അപ്പോ ഒരു മന്ത്രി എന്തോ ഉത്തരം പറഞ്ഞ സമയത്ത് താൻ ആരടോ എന്ന് ചോദിച്ചു ഒരു എം പിയോട്. പേര് ഞാൻ പറയുന്നില്ല. താൻ ആരടോ എന്നൊരു എം പിയോട് ചോദിച്ചപ്പോ ആ എം പി പറഞ്ഞു, താൻ ആരടോ എന്ന് ചോദിക്കുന്നതിന്റെ മുമ്പിൽ താങ്കൾ ഞാൻ ആരടോ എന്ന് ചോദിക്കൂ. നല്ലൊരു വർത്താനാണ് പറഞ്ഞത്. മറ്റവനോട് ഇജ്ജാരടാന്ന് ചോദിക്കുമ്പോഴേ അതിന്റെ മുമ്പേ നമ്മൾ അവനവനെ പറ്റി ഞാൻ ആരാ ചോദിക്കണ്ടേ? അപ്പൊ അവനവനെ അന്വേഷിച്ചറിയല, അവനവനെ അറിയാ, നമ്മളറിയാ. നോ ദൈസെൽഫ് എന്ന് സോക്രട്ടീസ് നേരത്തെ പറഞ്ഞിട്ടില്ലേ? മാസ്റ്റർ ഓഫ് ദ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള സോക്രട്ടീസ് പറഞ്ഞേ നോ ദൈസെൽഫ്. അതെന്നെ മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ആരെങ്കിലും അവനവനെ അറിഞ്ഞാൽ റബ്ബിനെ അറിഞ്ഞു. ആർക്കാ അവനവനെ പറ്റി നിശ്ചയം ഉണ്ടാവല്? തന്നെ കുറിച്ച് ആർക്കങ്ങൾ ഊട്ടിക്ക് ഇങ്ങനെ ടൂർ പോവും, കൊടൈക്കനാലിലേക്ക് പോകും, തിരുവനന്തപുരത്ത് പോകും, ഹൈദരാബാദിൽ പോകും, ഡൽഹിക്ക് പോകും, ലക്ഷദ്വീപിൽ പോകും, പലയിടത്തും ടൂർ പോകും. എന്തിനാ ഈ പോണത്? കാണാന്. അവനാന്റെ മുതോമറോട്ട് കണ്ടിട്ടുണ്ടാവില്ല. അവനാന്റെ മുതോമറും കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ടോ ലക്ഷദ്വീപും മറ്റേ കൊടൈക്കനാലും അവിടെയൊക്കെ ഇങ്ങനെ പോവുക കാണാന്. എവിടെ കാണും? നമ്മളറിയണ്ടേ? നമ്മളാരാന്നറിയണ്ടേ? 50 വയസ്സായ ഒരു തന്തനോട് നിങ്ങളെ ശരീരത്തിൽ എത്ര ഓട്ടമുണ്ടെന്ന് ചോദിച്ചാൽ മൂപ്പര് ഇങ്ങനെ അന്തം വിട്ടുകാണ്ട് ഇങ്ങനെ ഇരുന്നുകാണ്ട് അവസാനം എണ്ണീറ്റ് 1, 2, 3, 4, 5, 6, 8 എണ്ണം ഉണ്ട് കറി. കാരണം എണ്ണണത് തൊള്ളോണ്ട് അത് എണ്ണിയിരുന്നവരാണ്. ഈ 50 കൊല്ലം സ്വന്തം ശരീരത്തിൽ ഈ ദ്വാരങ്ങൾ 9 ദ്വാരല്ലേ, നവദ്വാരങ്ങളല്ലേ? ഈ 9 ദ്വാരങ്ങളും പേറിയിട്ട് 50 കൊല്ലം ജീവിച്ചിട്ടും തന്റെ സ്വന്തം ശരീരത്തിൽ 9 ഓട്ടുണ്ട് എന്ന് ആലോചിച്ചിട്ടുണ്ടാവില്ല. തന്നെ കുറിച്ച് എന്തായി? നമുക്ക് നമ്മളെ പറ്റി ഒന്നും അറിയില്ല. ആദ്യം ചെയ്യേണ്ടത് നമ്മളെ പറ്റി അറിയില്ല. അവനറിയുക. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. അവനവനെ അറിഞ്ഞാൽ റബ്ബിനെ അറിയും. അറിയാതെക്കാൻ പറ്റൂല. നേരത്തെ ചോദിച്ചില്ലേ നിരീശ്വരവാദികളും ഒക്കെ നേരത്തെ പറഞ്ഞില്ലേ? അപ്പൊ എന്താ? അവനവനെ അറിയാത്തതുകൊണ്ടാണ് നിരീശ്വരവാദിയാകുന്നത്. തന്നെ കുറിച്ച് ചിന്തിച്ചാൽ ഒരാൾക്കും ഇതാകാൻ പറ്റൂല, നിരീശ്വരവാദിയാകാൻ പറ്റില്ല. അപ്പൊ യുക്തിവാദികളൊക്കെ വല്ലാതെ സടകുടഞ്ഞ് എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് പലയിടത്തും. നിങ്ങൾ ഹോപ്കിൻസിന്റെ പുസ്തകങ്ങൾ ഉണ്ടാവും അല്ലെ? നമ്മളെ മതവിശ്വാസത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലല്ലേ? ഹോപ്കിൻസ് എന്ന ആളുടെ പരിണാമ സിദ്ധാന്തിയാണ് അയാളൊരു പുസ്തകം കേരളത്തിൽ ആകെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ 2006 അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകമാണത്രേ. 2006 അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകമാണ് ദ ഗോഡ് ഡെല്യൂഷൻ. ഗോഡ് ഡെല്യൂഷൻ, ദൈവവിഭ്രാന്തി എന്നുള്ള പേരിൽ ആ പുസ്തകം മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ട് DC ബുക്സിന്റെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലെന്താന്ന് വെച്ചാൽ അതിൽ മുഴുവൻ മതവിശ്വാസത്തിനും ദൈവവിശ്വാസത്തിനും എതിരിൽ തന്നെ പുസ്തകം. എന്നിട്ട് അതിന്റെ തുടക്കത്തിലൊരു വാചകം നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. ഈ എത്ര വലിയ ഹോപ്കിൻസ് ആണെന്നൊക്കെ പറഞ്ഞു, വലിയ ബുദ്ധിമാനൊക്കെ എന്നിട്ട് യുക്തിവാദി, ബുദ്ധിജീവി എന്നൊക്കെ നമ്മൾ പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. അതിന്റെ തുടക്കത്തിലുണ്ട് ദി ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദി എവിഡൻസ് ഓഫ് ആബ്സെൻസ്. ദി ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദി എവിഡൻസ് ഓഫ് ആബ്സെൻസ്. എന്താ ഇതിന്റെ അർത്ഥം? തെളിവില്ല എന്നത് ഇല്ല എന്നതിന് തെളിവാവുന്നു. തെളിവില്ല എന്നത് ആ പുസ്തകത്തിന് തൊട്ട് ആദ്യത്തെ പേജിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. ദി ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദി എവിഡൻസ് ഓഫ് ആബ്സെൻസ്. തെളിവില്ല എന്നത് ഇല്ല എന്നതിന് തെളിവാവുന്നു. മഹാപൊട്ടത്തരല്ലേ അത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. തെളിവില്ല എന്നത് ഇല്ല എന്നതിന് തെളിവാവുന്നേ. തെളിവില്ല എന്നത് തെളിവില്ല എന്നതിനല്ലേ തെളിവാവുള്ളൂ അല്ലേ? തെളിവില്ല എന്നത് തെളിവില്ല എന്നതിനെ തെളിവാവുള്ളൂ. തെളിവില്ല എന്നത് ഇല്ല എന്നതിനെങ്ങനെ തെളിവാകുക? മഹാപൂളിഷ്നെസ്. എന്നിട്ടൊക്കെ വലിയ യുക്തിവാദികളാണ്, ബുദ്ധിജീവികളാണെന്നൊക്കെ പറഞ്ഞങ്ങനെ കൊണ്ടുനടക്കും. എങ്ങനെ ഒരു സ്ഥലത്ത് നമ്മള് അതിന് തെളിവില്ല പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? യുക്തിവാദികളുടെ ഏറ്റവും വലിയ ആചാര്യനായിരുന്നു ബെർട്രൻഡ് റസ്സൽ, ഇംഗ്ലീഷുകാരനായിട്ടുള്ള. അദ്ദേഹം നേരത്തെ നിരീശ്വരവാദിയായിരുന്നു. അവസാനം പിന്നെ അദ്ദേഹം അജ്ഞേയവാദിയായി, അജ്ഞേയവാദിയായി. കാരണം എന്താ? അയാൾ അവസാനം എഴുതിയൊരു പുസ്തകം, ആ പുസ്തകത്തിൽ അയാൾ പറയുണ്ടാവുന്ന യുക്തിവാദികളെ ചിലപ്പോൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. ആദ്യം എഴുതിയൊക്കെ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. അവസാനം എഴുതിയ ആള് അദ്ദേഹത്തിന്റെ ജീവിത സായാഹ്നത്തിൽ അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, ദി അണാമഡ് വിക്ടറി, നിരായുധ വിജയം. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാല് ദൈവം ഇല്ല എന്ന് പറഞ്ഞ് അന്വേഷണത്തിന് അതിർത്തി വെക്കരുത്. ദൈവം ഇല്ല എന്ന് പറഞ്ഞ് അന്വേഷണത്തിന് അതിർത്തി വെക്കരുത് എന്ന്. എന്താ? ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അന്വേഷിക്കൂല്ലോ. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ ഒരാളൂടെ അവിടെ നിങ്ങോട്ട് ചോദിച്ചു, അല്ലെ നമ്മളെ അബ്ദുൾ റസാഖ് ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞാൽ നേരെ പോകും. ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നോക്കുകയും ചെയ്യും അല്ലേ? അപ്പൊ മൂപ്പരും ഇങ്ങനെ നോക്കും. ഉണ്ടോ നോക്കട്ടെ എന്ന് പറയുമ്പോൾ മൂപ്പരും ഇങ്ങനെ അവിടേക്ക് നോക്കും.
ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തേക്കാണ് എന്നെ പോകാറ് മൂപ്പരൻ പോവുകയും ചെയ്യും. അപ്പൊ നമ്മൾ അന്വേഷിക്കണമെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അന്വേഷിക്കുവോ? ആർക്കാ ഇല്ല എന്ന് പറയാൻ പറ്റുക? എത്ര വലിയൊരു പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കണത്. ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിലല്ലേ നമ്മൾ ജീവിക്കണത്. എന്നിട്ട് ഇവിടെ ജീവിച്ചുകാണ്ട് നമ്മൾ ഇല്ല എന്നാണ് പറയല. പ്രപഞ്ചം എത്ര വലിയ പ്രപഞ്ചം, എന്നിട്ട് വലിയൊരു മഹാപ്രപഞ്ചത്തിൽ ഉള്ള കാര്യമൊക്കെ പാടമോ ഇല്ല എന്നാണ് പറയല. പഠിച്ചോ ഇല്ല എന്ന് പറയണേ എങ്ങനെ ഒരുത്തിന് കഴിക്കുക? ഇല്ല എന്ന് പറയണെങ്കിൽ ഒക്കെ അന്വേഷിച്ച് നോക്കിയിട്ട് വേണ്ടേ? എല്ലാം അന്വേഷിച്ച് നോക്കിയിട്ടല്ലേ? എവിടെ നോക്കിയതോന്, എന്തേ കണ്ടത്, എവിടെ പോയത്, ഒന്നും ഉണ്ടാവില്ല. കുറച്ചൊക്കെ അങ്ങനെ ചന്ദ്രഗോളം എന്നൊക്കെ പറഞ്ഞ് കുറെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നക്ഷത്രങ്ങളെ പറ്റിയൊക്കെ കുറെ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ അപ്പുറം എന്തൊക്കെ ഉണ്ട് ഈ ഇവിടെ തന്നെ ഉള്ളത് എത്രയോ കൊല്ലം കഴിഞ്ഞാണ്ട് പിന്നെ കാണുന്നുള്ളൂ, കണ്ടുപിടിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇല്ല എന്നുള്ള വാക്ക് വിജ്ഞാനത്തിന്റെ ശത്രുവിനെ ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? ഉണ്ട് എന്ന് തന്നെ എപ്പോഴും പറയേണ്ടത്. ഇമാം സൈനുൽ ആബിദിനെ പറ്റി ഫറസ്ദക്ക് പാടിയൊരു കവിത ഉണ്ട്. സൈനുൽ ആബിദിനെ പറ്റി മഖാല ലാ ഖത്തു ഇല്ലാ ഫീ തശഖുദിഹി ലൗല തശഖുദു കാനത് ലാഉഹു നഅമു. അത് ഇല്ലല്ലോ. പിന്നെ എന്താ അദ്ദേഹം അത്തയ്യാത്തിൽ മാത്രം ഷഹാദത്ത് നമ്മളെ കൺട്രോൾ ചെയ്യണം, കുറച്ച് കൺട്രോൾ ചെയ്യണം. ഒന്നാമത് പടച്ചോനെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അള്ളാഹിനെ അറിയാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ എന്താ? നമ്മുടെ ലക്ഷണങ്ങൾ, അടയാളങ്ങൾ നാം ദിക്കുകളിൽ കാണിച്ചു കൊടുക്കുന്നു, അവരവരുടെ സ്വന്തം ശരീരത്തിലും കാണിച്ചു കൊടുക്കുന്നു, എല്ലായിടത്തും. നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണെ, നമ്മൾ ഈ ലോകത്തെപ്പറ്റി, നമ്മളെ പരിസരങ്ങളെപ്പറ്റി, നമ്മളെപ്പറ്റിയൊക്കെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ നോക്കി, ഇവിടെ കാശ്മീരിൽ ചെമ്മരിയാടുണ്ട്, ഇവിടെ ചെമ്മരിയാടില്ല. കാശ്മീരിൽ ചെമ്മരിയാടുണ്ട്, ഇവിടെ ചെമ്മരിയാടില്ല. എന്താ കാരണം? കാശ്മീരിൽ ചെമ്മരിയാട് വേണം, ഇവിടെ വേണ്ട. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇവിടെ വേണ്ട, അവിടെ വേണം എന്ന് പറയുന്നത്? കാശ്മീരിലേക്ക് പോയോ ചോദിക്കണം ആരെങ്കിലും? കാശ്മീരിലെ വരും തണുപ്പല്ലേ. എന്താ തണുപ്പ് എന്ന് പറഞ്ഞാൽ കങ്കിടിയായിട്ട് സാധനം ഉണ്ടാവും. ഒരു പാത്രത്തിന്റെ ഉള്ളിൽ തീക്കനലിടല, എന്നിട്ട് അത് കുപ്പായത്തിന്റെ ഉള്ളിൽ വെക്കും. അത് അവിടുത്തെ ഒരു പ്രധാന വ്യവസായം, കങ്കടി വ്യവസായം. അതെന്താ വെച്ചാൽ തണുത്തിട്ട് ഇങ്ങനെ കോച്ചിടം തണുപ്പേക്കാറും. എന്നിട്ട് ഇതാണ് വെച്ചിട്ട് എന്താ വല്ല കാര്യം? തീക്കനലിനും തണുപ്പാ, തീക്കനലിനും തണുപ്പേക്കാരെ. ആ ചായ തണുപ്പാണ് അവിടെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് എന്തു വേണം? അങ്ങനെയുള്ള സ്ഥലത്തെ ചെമ്മരിയാടിന്റെ രോമം കൊണ്ട് സ്വെറ്റർ ഉണ്ടാക്കണം, ഷാൾ ഉണ്ടാക്കണം. അതിനൊക്കെ ചെമ്മരിയാട് അവിടെ വേണം. അതുകൊണ്ട് അവിടെ ചെമ്മരിയാടിനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഇവിടെ തന്നതുമില്ല. നിങ്ങൾ വീട്ടിലെ ഒരു നീഗ്രോ ഒരിക്കൽ പഠിച്ചവനോട്, പഠിച്ചവനെ ഞാൻ എന്താ ഇങ്ങനെ എന്റെ തലമുടിയൊക്കെ എന്താ ഇങ്ങനെ ചുരുണ്ടിട്ട്? അപ്പൊ പഠിച്ചവൻ പറഞ്ഞു, ഇജ്ജ് ആഫ്രിക്കയിലല്ലേ, ആഫ്രിക്കയിലെ മരക്കുടിയിലല്ലേ, മരങ്ങളടി കൂടി കാട്ടിക്കൂടി അല്ലേ ഇജ്ജ് താമസിക്കണത്. ഇജ്ജെങ്ങാനും ഓടുന്ന സമയത്തെ ഈ മുടിയൊക്കെ ഇങ്ങനെ ലൂസായി കടന്നിട്ടുണ്ടെങ്കിൽ ചെങ്ങായി ഇത് കൊളത്തൂര് എവിടെയെങ്കിലുമൊക്കെ, അതുകൊണ്ട് ഞാൻ ചുരുട്ടി വെച്ചിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അല്ല എന്നാലിപ്പോ ഞാൻ ആകെ ഇങ്ങനെ കറുത്തിക്കണെന്ന് ചോദിച്ചു. ആഫ്രിക്കയിലല്ലേ ജീവിക്കണത്, അവിടെ സൂര്യന്റെ വെയിൽ തടുക്കാൻ സാധിക്കണമെങ്കിൽ ശരീരം കറുത്തിട്ടായിരിക്കണം. അത് പിടിച്ചെടുക്കാൻ പറ്റണമെങ്കിൽ, ഇല്ലെങ്കിൽ പറ്റൂല, കറുത്താലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വെളുത്തതാണെങ്കിൽ ആകെ പൊളിഞ്ഞു, ഒക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് എന്റെ ശരീരം കറുത്തിട്ടേ പറ്റുള്ളൂ. ആഫ്രിക്കയിലല്ലേ ജീവിക്കണത്. അപ്പൊ വീണ്ടും ചോദിച്ചു, എന്നാലിപ്പോ ഞാൻ അത്ര ഒരുപാട് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ പാടെ എന്തിനാന്ന് വെച്ചു. കണ്ടില്ലേ നിങ്ങൾ പന്തൽച്ചാനൊക്കെ വരുന്ന സുഡാനികൾ പറ്റവരൊക്കെ, നൈജീരിയ എന്നൊക്കെ പറഞ്ഞാലും നിങ്ങളല്ലേ. അപ്പൊ പഠിച്ചവൻ പറഞ്ഞു, ഇജ്ജയ് കാട്ടിലല്ലേ പാർക്കണത്, ഈ മൃഗങ്ങളൊക്കെ അടിയിൽ അവരടിയിൽ നിലനിൽക്കണമെങ്കിൽ അത്യാവശ്യം തണ്ടും തൊടിയൊക്കെ വേണം. അതുകൊണ്ടാണ്. ഞാൻ ഇപ്പൊ അമേരിക്കയിലാണല്ലോ, ഇവിടെ ആവുമ്പോ എന്തിനാ അങ്ങനെ? പഠിച്ചവനോടേ ഉത്തരം മുട്ടിച്ചാന്, ഞാൻ ഇപ്പൊ അമേരിക്കയിലാണല്ലോ, അമേരിക്കയിലാവുമ്പോ എന്തിനാ അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ ആരെപ്പ എന്നോട് അമേരിക്കയിൽ പോകാൻ പറഞ്ഞു, ഞാൻ പഠിച്ചെടുത്തോടെ പാർത്താ പോലെയാണ്. അത് സംഗതി തീരെ തമാശ ഉണ്ടെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഓരോന്നിനും അതിന്റെ വേണ്ട മാതിരി പഠിച്ചോൻ പഠിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മളെ പറ്റി ചിന്തിക്കുക, അതേപോലെ തന്നെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അള്ളാഹുവിനെ അറിയാം. മൻ തലബനി വജദനി വമൻ വജദനി അറഫനി വമൻ അറഫനി അശിഖനി വമൻ അശിഖനി അശിഖ്തുഹു വമൻ അശിഖ്തുഹു ഖതൽതുഹു വമൻ ഖതൽതുഹു ഫാദൈതുഹു.
മൻ തലബനി വജദിനി, എന്നെ അന്വേഷിച്ചവൻ എന്നെ കണ്ടെത്തുന്നു. പടച്ചോൻ പറയാം നമ്മളെ അന്വേഷിക്കണം, അള്ളാഹുവിനെ അന്വേഷിക്കണം. നമുക്ക് നമ്മളെ ഇന്റെ അള്ളാന്ന് നമ്മൾ പറയുമ്പോ ആ ഇന്റെ അള്ളാന്ന് പറയുന്നതിന്റെ അർത്ഥം ഉണ്ടാവണമെങ്കിൽ അള്ളാഹിനെ നമ്മൾ അന്വേഷിക്കണം. അപ്പോഴാണ് നമുക്ക് അള്ള വലിയതാവുക. നമ്മൾ അന്വേഷിക്കാം. എന്താ അന്വേഷിക്കാന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് എന്റെ റബ്ബ് എന്റെ അള്ളാ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിൽ എന്റെ എന്ന് തോന്നണമെങ്കിൽ നമ്മൾ അന്വേഷിക്കാണ്ട് കണ്ടെത്തിയ പടച്ചവനാവണം. നമ്മൾ കേൾവിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കണം. ചെറുപ്പത്തിലേ വിശ്വസിച്ചു പോരുന്നുണ്ട്. പക്ഷെ ആ വിശ്വാസത്തിന് നമ്മൾ ശരിക്കും നമ്മുടെ ബോധ്യത്തിന്റെ, നമ്മുടെ യുക്തിയുടെ, നമ്മുടെ ബോധത്തിന്റെ, നമ്മുടെ ചിന്തയുടെ, നമ്മുടെ വികാരത്തിന്റെ ഒക്കെ ബേസ് കൊടുക്കണം. അതിന് സാധിക്കണമെങ്കിൽ നമ്മൾ അന്വേഷിക്കണം പടച്ചവനെ പറ്റിയൊന്നേ. അതാ പിന്നെ ഒരിക്കൽ നിത്യചൈതന്യം എഴുതി കേട്ടിട്ടുണ്ടാവുള്ളൂ. നിത്യചൈതന്യം ഇങ്ങനെ അയാൾ മരിച്ചു. അയാൾ അമേരിക്കയിൽ നിന്ന് പോരാ, അമേരിക്കയിലോ സ്വീഡനിലോ മറ്റോ പോയിട്ട് വരിക. പോരുന്ന വഴിക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു പത്രപ്രവർത്തക ഇന്റർവ്യൂ നടത്തി. അപ്പോൾ എന്താണ്, എന്ത് സ്വാമിയെ, വിച്ചു സ്വാമി, നിങ്ങൾ എന്ത് സ്വാമിയെന്ന് ചോദിച്ചു. അപ്പോൾ അയാം സ്വാമി നോ ബഡി ആയിരുന്നു. അപ്പോൾ പത്രപ്രവർത്തക ചോദിച്ചു, ഇന്ത്യൻ നോബഡി ഓർ ഇംഗ്ലീഷ് നോബഡി? നോബഡി ആയിരുന്നു. അപ്പോൾ ഡു യു ബിലീവ് ഇൻ ഗോഡ്? നോ, ഐ ഡോണ്ട് ബിലീവ്. ദെൻ ഹും ഡു യു മെഡിറ്റേറ്റ്? ഐ ഡു മെഡിറ്റേറ്റ് ഛും ഖും ഫും എന്ന് പറഞ്ഞു. അപ്പോ ഒപ്പം പത്രപ്രവർത്തകർക്ക് മനസ്സിലായില്ല. അപ്പോ ഒപ്പം ഒരാളുണ്ടായിരുന്നു, അയാൾ വിശദീകരിച്ചു. അയാളോട് നിങ്ങൾ എന്ത് സ്വാമി എന്ന് ചോദിച്ചപ്പോൾ അയാൾ സ്വാമി നോബഡി എന്നല്ലേ പറഞ്ഞത്. അത് കാരണം എന്താ വെച്ചാൽ നോബഡിയാണ് നോ ബോഡി. നോ ബോഡി പറഞ്ഞ ചൈതന്യം, നിത്യ ചൈതന്യ എതിയാണ് അയാളെ. നോ ബോഡിയാണ്, ബോഡിയല്ലാത്ത ചൈതന്യല്ലേ. അപ്പോ അതാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. അല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണല്ലോ ഉപരി പറഞ്ഞത്. അതെന്തിപ്പോ അങ്ങനെ ചോദിച്ചു. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ദൈവം ഉണ്ടാവും. ആ ദൈവത്തിൽ എങ്ങനെ മൂപ്പര് വിശ്വസിക്കുക? മൂപ്പര് വിശ്വസിക്കുക മൂപ്പരുടെ മനസ്സിലുള്ള ദൈവത്തിലല്ലേ. അപ്പോ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാൻ കാരണം നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തിൽ മൂപ്പര് വിശ്വസിക്കണില്ല. പിന്നെ ധ്യാനിക്കുമ്പോ ആരെ ധ്യാനിക്കുക എന്ന് ചോദിച്ചപ്പോ ചും ഖും എന്ന് പറഞ്ഞത് അത് ആ ദൈവത്തെ വാക്കുകൊണ്ട് പറഞ്ഞുതരാൻ പറ്റൂല. അതിങ്ങനെ ഒച്ചുണ്ടാക്കാൻ തന്നെ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് നമ്മുടേതായ പടച്ചോനെ പറ്റി നമ്മൾ ചിന്തിച്ച്, നമ്മൾ മനസ്സിലാക്കി, നമ്മൾ തെളിവ് ശേഖരിച്ച് ഒരു പടച്ചോന് നമുക്ക് ഇന്റെ റബ്ബ് എന്ന് നമ്മൾ പറയും. അപ്പൊ നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന് അർത്ഥം ഉണ്ടാവും. നിങ്ങൾ നോക്കി ബാങ്ക് കൊടുക്കണ്ടല്ലോ പള്ളിക്കെന്ന് ബാങ്ക് കൊടുക്കുമ്പോ അള്ളാഹു അക്ബർ എന്ന് പറയണില്ലേ. എന്താ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ അർത്ഥം? അള്ളയാണ് ഏറ്റവും വലിയവനോ? അതിപ്പോ ഞങ്ങൾ പറഞ്ഞിട്ടാണോ? അള്ള ഏറ്റവും വലിയെന്നിപ്പോ നമ്മളൊക്കെ പാടെ പറഞ്ഞിട്ട് വേണം പടച്ചോന് വലിയതാകാനെ. പടച്ചോൻ നമ്മൾ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലേലും വലിയ തന്നെ. നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ വെച്ചാല് എന്റെ അള്ളയാണ് എനിക്ക് വലിയതെന്നാണ്. എന്റെ അള്ളയാണ് എനിക്ക് വലിയതെന്ന്. എന്റെ അള്ളയാണ് എനിക്ക് വലിയതെന്ന് പറഞ്ഞാൽ അവിടുന്ന് തുടങ്ങും നിങ്ങളെ തസവൂഫ്. കാരണം എന്താ? എന്റെ അള്ളയാണ് എനിക്ക് വലിയതെന്ന് പറഞ്ഞാൽ പിന്നെ അവിടുന്ന് തുടങ്ങും. കാരണം എന്റെ കെട്ടിയോളല്ല, എന്റെ കുട്ടികളല്ല, എന്റെ നാടല്ല, എന്റെ വീടല്ല, എന്റെ സുഹൃത്തുക്കളല്ല, എന്റെ വിനോദമല്ല, എന്റെ ക്വാളിഫിക്കേഷൻ അല്ല, എന്റെ എഡ്യൂക്കേഷൻ അല്ല, എന്റെ സമ്പത്തല്ല, എന്റെ ഒന്നുമല്ല. അല്ലാഹു അക്ബർ, എന്റെ അള്ളയാണ് എനിക്ക് വലിയത്. അപ്പൊ എന്താ? അപ്പൊ പിന്നെ ഗ്രൗണ്ടിൽ പോയിങ്ങാണ്ട് അസുർ നിസ്കാരം പിന്നെ എന്താ കോളേജ് കഴിഞ്ഞാണ്ട് ബാഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊടി പോയിങ്ങാണ്ട് വെച്ചെറിഞ്ഞാണ്ട് ഗ്രൗണ്ടിൽ പോയിങ്ങാണ്ട് പന്ത് കളിച്ചാണ്. പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ ബന്ധങ്ങനെ ഉസ്താറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. കളിക്ക് നമ്മളെതിരൊന്നും അല്ല കേട്ടോ, കളി വേണം. ഇനിയിപ്പോ അത് വിചാരിച്ചിട്ടുണ്ട് ഇയാളെന്താ കളിക്കെതിരാ ഞാൻ റസൂലന്റെ പറഞ്ഞു കളിച്ചാണ്. നിങ്ങൾ കേട്ടിക്കണമെന്ന് അറിയില്ല. ഇൽഅബു വൽഹൗ ഫഇന്നി ലസ്തു അക്റഹു അൻ അറാ ഫീ ദീനികും ഗില്ലതൻ. നിങ്ങൾ കളിക്കണം, നിങ്ങൾ വിനോദിക്കണം, നിങ്ങളുടെ ദീൻ റഫാണ് എന്ന് കാണുന്നത് എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ നബി എത്ര ഉഷാററിയങ്ങള്. ആ നബിനെ പറ്റി മര്യാദക്ക് പഠിച്ച നന്നായിട്ടാണ് പഠിച്ചാണ്ടല്ല പിന്നെ നമ്മളെ വേറെ ലോകത്ത് ആരെടുത്തും നമ്മൾ പോവില്ല. നബിന്നെ മതി എറങ്ങാട് ഒത്തിരി അത്രേ. ഇൽ അബു ബൈഹത്തിയിലുള്ള ഹദീസ. ഇൽ അബു നിങ്ങൾ കളിച്ചോളി, വൽഹൗ നിങ്ങൾ വിനോദിച്ചോളി. ഫൈനി അക്റഹു അൻ അറാ ഫീ ദീനികും ഗില്ലതൻ. നിങ്ങളുടെ ഈ ദീനിൽ പരുഷമാണ്, പരിക്കനാണ് നമ്മളെ ദീന്, റഫാണ് എന്ന് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ കളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതല്ല. പക്ഷെ എങ്ങനെ കളിക്കണം, എവിടെ കളിക്കണം? അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ കളി മനസ്സിലാക്കി കൊടുത്ത് എങ്ങനെ റെസ്ലിംഗ് നടക്കും, ഗുസ്തി പിടിക്കുന്നുണ്ട് ചെറുക്കന്മാരെന്നിട്ട് ഇങ്ങനെ ഗുസ്തി പിടിക്കാണ്. അപ്പൊ റസൂൽ ഇങ്ങനെ ചെന്നപ്പോൾ ഒരു നിർത്തിയതൊന്നുമില്ല. കാരണം റസൂലിനെ അവർക്ക് അറിയാം. റസൂലിനെ അവർക്ക് അറിയാം. അപ്പൊ നമ്മളെ ഏതൊരു മോചിയരൊക്കെ തന്നെ ഗുസ്തി പിടിക്കുന്നവർക്ക് കൂടി ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു നിർത്തൂലേ. റെസ്പെക്ട് കൊണ്ടാണ്, വേണ്ടത് തന്നെയാണ്. പക്ഷെ ആ
റസൂലിനെ കണ്ടത് ഗുസ്തി നിർത്തിയില്ല. കാരണം റസൂലിനെ അവർക്ക് നന്നായിട്ടറിയാം ഞമ്മളെ നബി ഗുസ്തിക്കൊന്നും എതിരല്ലാനേ, നിർത്തിയില്ല. എന്നിട്ട് പിന്നെ റസൂല് ഒരിടത്തിങ്ങനെ നിന്നിങ്ങനെ നോക്കി, കുറച്ചേരം ഇങ്ങനെ നോക്കി ആസ്വദിച്ചു. നിങ്ങൾ എന്തായി ചെയ്യണത് ചോദിച്ചു. ഞങ്ങൾ ശക്തി പരീക്ഷണം നടത്തുകയാണ്. ആ, വളരെ നല്ലത്. പക്ഷേ ലൈസ ശദീദു ബിസുറാത്തി വഇന്നമ ശദീദു മൻ യംലികു നഫ്സഹു ഇൻദൽ ഗളബി. ലൈസ ശദീദു ബിസുറാത്തി, ചാമ്പ്യൻ പിന്നെ ഗുസ്തിയിൽ എതിരാളിയെ വീഴ്ത്തുന്നവനല്ല ചാമ്പ്യൻ. വഇന്നമ ശദീദു മൻ യംലികു നഫ്സഹു ഇൻദൽ ഗളബി, ദേഷ്യം വരുന്ന സമയത്ത് അവനവനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നവനാണ് ചാമ്പ്യൻ. ആണോ, കളി റസൂൽ എതിർത്തില്ല, പക്ഷെ കളി കൂടി കാര്യമാണ് പഠിപ്പിച്ചു കൊടുത്തു. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണമെന്ന്. നമ്മള് യഥാർത്ഥ ചാമ്പ്യൻ, നമുക്ക് കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ ബ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ അവിടെ പോയി തമിഴ്നാട്ടിന് ബാംഗ്ലൂരിനെയൊക്കെ തോൽപ്പിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ വേറുള്ളവരൊക്കെ പോയി ഇങ്ങനെ തോൽപ്പിച്ചാൽ വലിയ ആൾക്കാരാണ്. പക്ഷെ അവനവനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ തന്റെ മേൽ കൺട്രോൾ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അവനെ പറ്റുക? അതാണ് നമ്മളെ മേൽ കൺട്രോൾ ഉണ്ടാവണം. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കൂടി പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോ ഒരിക്കൽ കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ബിഗിൽമാൻ യൽഅബൂന ഫസല്ലമ അലൈഹിം. ഒരിക്കല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു വഴിക്ക് ഇങ്ങനെ പോവുക, കുട്ടികൾ ഇങ്ങനെ നിന്ന് കളിച്ചിട്ടുണ്ട്. അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാണ്ട് റസൂല് പോയിന്നാ. കയറി പോയടാ എന്താ കളിച്ചിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അതൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷേ അതാ ഞാൻ പറഞ്ഞു വരുന്നത് അവിടേക്കാണ്. നമ്മള് അല്ലാഹു അക്ബർ, അതാ വിഷയം. നമ്മളിങ്ങനെ പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പന്ത് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഗോൾ പോസ്റ്റിന്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കണു. ഈ കാലിങ്ങനെ ഓങ്ങി നിൽക്കുകയാണ്. നെല്ലെന്നാണ് തട്ടിയ ഉള്ളിലേക്കാണ് പോവും, ഗോൾ അങ്ങോട്ടാവും. ഗോളി പിടിച്ചില്ലെങ്കിൽ പിടിച്ചാവില്ല. പക്ഷേ ആ സമയത്ത് കാലിങ്ങോട്ട് ഓന്നുമ്പോഴാണ് അല്ലാഹു അക്ബർ പള്ളിക്കെന്ന് കേൾക്കണത്. അല്ലാഹു അക്ബർ കേൾക്കുമ്പോൾ നിൽക്കട്ടെ, ഇനി ഗോളല്ല വലുത്, ഇനി ഗ്രൗണ്ടല്ല വലുത്, ഇനി ഞാൻ ഇവിടുന്ന് കയറിപ്പോയ ചങ്ങായിമാരോട് ദേഷ്യം പിടിച്ചേക്കാരൻ ചങ്ങായിമാരും അല്ല വലിയത്, അല്ലാഹു അക്ബർ, അള്ളേ വലിയത്. അതാ കൺട്രോള്. അപ്പൊ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളയാണ് ഏറ്റവും വലിയവൻ എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണമെങ്കിൽ അള്ളേ വലിയതെന്ന് നമുക്ക് അറിയണ്ടേ. അത് എങ്ങനെ അറിയാം? അതാ അള്ളാനെ മനസ്സിലാക്കുമ്പോഴേ അതറിയുള്ളൂ. അള്ളാനെ പറ്റി അറിഞ്ഞാലേ അതറിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അള്ളാഹു അക്ബർ അങ്ങനെ പറയുന്നുണ്ടാവും, പക്ഷെ അള്ളേ വലിയതൊന്നും വരൂല. അങ്ങനെ ആവുമ്പോ കണ്ടോ, അപ്പൊ നമ്മൾ നിസ്കരിച്ചാനൊക്കെ നിൽക്കുന്ന സമയത്ത് നിങ്ങളില്ലേ, നിസ്കരിച്ചാൻ നിന്നാൽ അള്ളാഹു അക്ബർ, അള്ളേ വലിയതെന്ന് അതിന്റെ അർത്ഥം തന്നെ കെട്ടും. കെട്ടി നിന്നാണ് പിന്നെ ഓൻ എവിടേക്കൊക്കെ പോണാണ്. അള്ളയൊന്നും മുന്നിലും ഉണ്ടാവില്ല, പിന്നിലും ഉണ്ടാവില്ല, ഉള്ളിലും ഉണ്ടാവില്ല, എവിടെ ഉണ്ടാവില്ല. പിന്നത്തെ അള്ളാഹു അക്ബർ, അള്ളാഹു ആണ് വലിയത് കാരണം. എന്നിട്ട് പിന്നെ ഓൻ തന്നെ ഓന്റെ കാമുകിന്റെ അടുത്ത് ചെന്ന് ഇരുന്നാ പിന്നെ നീച്ചു പോരോളം ഓളന്നെ ഈ കറവുള്ളിനെ കാമുകിന്റെ അടുത്ത് പോയി ഇരിക്കുന്ന സമയത്ത് കാമുകിയുള്ളവന് ഒന്നും വേണ്ട. പിന്നെ ഇനി പെണ്ണുങ്ങളായിക്കോട്ടെ, സ്വന്തം കല്യാണം കഴിഞ്ഞതിന് ശേഷം ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടമുള്ള ഒരാളടുത്തൊന്ന് കൂട്ടിക്കൊള്ളിയും. ഇഷ്ടമുള്ള ഒരാളടുത്ത് അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ അടുത്തൊക്കെ പോയിരുന്ന ഓന്റെ അടുത്ത് നീച്ചു പോരോളം ഓൻ തന്നെ ഈ കാര്യം നമ്മളെ മനസ്സിലുണ്ടാക്കുക. വേറെ ആരും വരുന്നില്ല. ഓനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓനെ തന്നെ വിചാരിച്ച് പറയും. പക്ഷെ പടച്ചവനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ പലരും മനസ്സിലായി. ഇതിങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളേ വലിയത് പറഞ്ഞാൽ മറ്റതൊക്കെ ചെറുതാകണം. അല്ലെ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം കേട്ടിട്ടുണ്ടാവും നിങ്ങള്. സുലൈഖ ബീവി യൂസുഫ് നബിയെ പ്രേമിച്ചപ്പോ പിന്നെ തോഴിമാരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. പിന്നെ എന്തേ ഇപ്പൊ മൂപ്പത്തിരിക്ക് പറ്റിയത്? നല്ലൊരു നാട് ഭരിക്കണ ആളെന്നെ മൂപ്പത്തിയുടെ ഭർത്താവ്, എന്നിട്ട് എവിടുന്നോ പിടിച്ചോണ്ടെന്ന് ഒരു അടിമ ചെറുക്കനെ എത്ര പ്രേമിച്ചിരിക്കണത്, എന്തേ മൂപ്പത്തിരിക്ക് പറ്റിയത്? അപ്പൊ സുലൈഖ ബീവി തോഴിമാരോട് പറഞ്ഞു, അങ്ങോട്ട് വരി, എന്തേ പറ്റിയത് കാണിച്ചു തരാറുണ്ട്. അങ്ങനെ എല്ലാരും ഇരുത്തി സദ്യ കൊടുക്കാണ്. ഒരു പാത്രത്തിൽ തേനുണ്ട്, ഒരു കക്കിരിക്കുണ്ട്, ഒരു കത്തിയുണ്ട്. അങ്ങനെ ഈ കക്കിരിക്ക് എടുത്തുകൊണ്ട് കത്തിയോണ്ട് ചെത്തിയിട്ട് തേനിൽ മുക്കി തിന്നലാണ് ഒന്നാമത്തെ ഇനം. പിന്നെ ഇതിനപ്പുറം വേറെ വലിയതുണ്ടാവും. ഒന്നാമത്തെ ഇനം അത്. അപ്പോ ആ ഇനങ്ങനെ നടക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാവരും കക്കിരിക്ക കയ്യിലെടുത്തു. കത്തിയോണ്ട് ഇങ്ങനെ ചെത്തുന്ന സമയത്ത് യൂസുഫ് നബിയോട് പറഞ്ഞു, ജോല മുന്നിൽ കൂടെ നടത്തി മുന്നിൽ കൂടെ അങ്ങനെ പോയിക്കാ. യൂസുഫിനെയും മുന്നിൽ കൂടി ഇങ്ങനെ പോയ സമയത്ത് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ചെത്തുന്ന സമയത്ത് കക്കരിക്ക ഇങ്ങനെ ചെത്തുന്ന സമയത്ത് യൂസുഫ് മുന്നിൽ കൂടി പോവുകയാണേ. അങ്ങനെ നോക്കൽ തുടങ്ങി. ഫലമ്മാറൈനഹു അക്ബർനഹു വഖത്തഅന ഐദിയഹുന്ന വഖുൽന ഹാശ ലില്ലാഹ് മാ ഹാദാ ബശറിൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. ഫലമ്മാറൈനഹു യൂസുഫിനെ കണ്ടപ്പോ അക്ബർനഹു യൂസുഫ് അവർക്ക് വലിയതായി. അപ്പോ വഖത്തഅന ഐദിയഹുന്ന കയ്യിന്റെ വിരലൊക്കെ ഇങ്ങനെ അസ്ഗറായി.
അള്ള അക്ബറായപ്പോ കയ്യിന്റെ വിരലൊക്കെ അസുഖറായി, അള്ള വലുതായപ്പോ കയ്യിന്റെ വിരൽ ചെറുതായി ചെത്തി മുറിച്ചു. കയ്യിന്റെ വിരൽ ചെത്തണമെന്നും അറിയണില്ലേ, ഇങ്ങനെ ചെത്തന്നെ, വിരലങ്ങനെ മുറിയന്നെ, ചോരങ്ങനെ പോകന്നെ. പക്ഷെ യൂസുഫിന്റെ മുഖത്തല്ലേ കണ്ണെടുക്കാൻ പറ്റണ്ടേ? എന്നിട്ട് ഒരു പറ ഹാസരില്ല മഹാദ ബഷർ, പടച്ചോനെ ഇത് മനുഷ്യന്റെ കുട്ടിയല്ല കേട്ടോ, ഇത് ഇൻഹാദ ഇല്ല മലക്കും കരി, ഇത് ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്ന വല്ല മാലാക്കൈ കാരണം. പെണ്ണുങ്ങളെ സുന്ദരനായ യൂസുഫിനെ കണ്ടപ്പോ യൂസുഫിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചപ്പോ സ്വന്തം കയ്യിന്റെ എരലിനെ പറ്റി എന്നെ ആണ് മറന്നൂന്ന. അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അനുഭവത്തിലൊക്കെ പലപ്പോഴും ഉണ്ടാവും. ഏതാ ഐൻസ്റ്റീൻ ഒരിക്കൽ കേട്ടിട്ടില്ല നിങ്ങള്? ഐൻസ്റ്റീനെ ആപേക്ഷിക സിദ്ധാന്തം പഠിപ്പിക്കുമ്പോ കുട്ടിക്ക് മനസ്സിലാകായിട്ടേ, ആപേക്ഷിക സിദ്ധാന്തം എത്ര പറഞ്ഞു കൊടുത്തു അങ്ങനെ മനസ്സിലാകണമെന്നല്ലോ, മനസ്സിലാകണില്ല. അപ്പോ ഐൻസ്റ്റീൻ ഒരു പണി ചെയ്തു ഇത്രേ, പിന്നെ ഇങ്ങോട്ട് വരും പറഞ്ഞു. എന്നിട്ട് ഒരു മെഴുകുതിരി എടുത്ത് കത്തിച്ചു. ഇനി എന്റെ കൈച്ചിന്റെ ദൂരം കാട്ടുകയറും, മെഴുകുതിരി പിടിച്ചാണ്ട് കൈച്ചിന്റെ മേരിക്കാണ് കാണിച്ചു. പൊള്ളുകയാണേ. അപ്പൊ സമയം അങ്ങോട്ട് നീങ്ങണില്ല, സമയം നീങ്ങണന്നല്ല. പിന്നെ മെഴുകുതിരി എടുത്ത് മാറ്റിങ്ങാണ്ട് പെൺകുട്ടിനെ കൊണ്ടുവന്നാണ്ട് മുന്നിലിരുത്തി, ഇനി ജോളം മുഖത്ത് കോക്കിയിരുന്നു പറഞ്ഞു. ഓളം മുഖത്ത് കോക്കിയിരുന്നു പിന്നെ സമയം പോകുന്നത് അറിയുന്നതന്നല്ല, സമയം ഒരേ സമയം തന്നെയല്ലേ. ഇപ്പൊ തിരിഞ്ഞില്ലേ, ആപേക്ഷിക സിദ്ധാന്തം മനസ്സിലായില്ലേ എന്ന് വെച്ചു ഐൻസ്റ്റീന്. അപ്പൊ അതേപോലെ അത് അങ്ങനെയാണ്. നമുക്ക് പിന്നെ ഇയാളുണ്ടല്ലോ, പിന്നെ നമ്മള് അങ്ങനെ ഈ നമുക്ക് തിരിയാത്ത ചില സംഗതി ഒന്നും അല്ല ഇപ്പൊ ഈ പറഞ്ഞത്. ഏതായാലും യൂസുഫിനെ കണ്ട സമയത്തെ ഫലമ്മാറായിനഹു അക്ബർനഹു വഖത്തനായിദിയഹുന്ന, അതേപോലെ നമുക്ക് അള്ളാഹ് മനസ്സിൽ കൊണ്ട് വരുമ്പോ ബാക്കിയുള്ളതൊക്കെ ഒഴിവാകണം. അതാണ് അക്ബറാകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് അക്ബറാകുക എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്റെ മനസ്സിലുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ചെറുതാണെന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ എത്താം. ദർജഹൻ ചു ഹുസ്ന യൂസുഫ് കസ്നദീദ് ഹുസ്ന ആൻ ദാരദ് യൂസുഫ് ആഫരീദ്. കണ്ടില്ല ഞാനിങ്ങു ലോകത്തിലെങ്ങുമേ യൂസുഫിൻ സൗന്ദര്യം പോലതൊന്ന്, കാണില്ല പക്ഷയൊന്നോർക്കണം യൂസുഫിൻ സൃഷ്ടാവിൻ സൗന്ദര്യം എത്രയെന്ന്. അതാ കണ്ടില്ല ഞാനിങ്ങു ലോകത്തിലെങ്ങുമേ യൂസുഫിൻ സൗന്ദര്യം പോലതൊന്ന്, കാണില്ല പക്ഷയൊന്നോർക്കണം യൂസുഫിൻ സൃഷ്ടാവിൻ സൗന്ദര്യം എത്രയെന്ന്. ഈ യൂസുഫിനെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഇങ്ങനത്തെ എത്രയെത്ര സുന്ദരന്മാരെ സൃഷ്ടിച്ച സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മളൊരാളെ സൗന്ദര്യം കാണുമ്പോൾ അത് ഉണ്ടാക്കിയതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടേ. മാരഡോണനെ കാണാൻ വേണ്ടിയിട്ടുണ്ട് തലശ്ശേരിക്ക് അങ്ങോട്ട് പാഞ്ഞിട്ട് സകല ആൾക്കാരുടെ എന്താപ്പാ ചങ്ങായിക്കുള്ളത്. മാരഡോണനെ കാണാനേ അള്ളാന്റെ ലിഖാലെ മനസ്സിൽ അള്ളാനെ കാണണ്ടേ. മാരഡോണയെ കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ തലശ്ശേരി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് അവിടെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമല്ല, മതപരമായ അഭിപ്രായ വ്യത്യാസമല്ല, എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന യൂണിഫൈങ് ഫാക്ടർ, ഐക്യപ്പെടുത്തുന്ന ഘടകം ഏതാണെന്ന് വെച്ചാൽ മറഡോണ. അങ്ങനെ എല്ലാവരും അവിടെ എന്താപ്പാ ചങ്ങായിക്കുള്ളത്, പന്തിട്ടാൻ വയ്ക്കും, ഞമ്മക്കും വയ്ക്കും, പക്ഷെ നമ്മളെ കാണുവന് വയ്ക്കും. ഇതാണല്ലോ ഇപ്പൊ വ്യത്യാസം അല്ലേ. ഞമ്മക്കൊക്കെ വയ്ക്കും, പന്തിട്ടാൻ നമുക്കൊക്കെ വയ്ക്കൂലേ. ഇന്നൊരു പള്ളി ദർശനത്തിന് പന്തളിച്ചാൻ പോയിട്ട് പുറത്താക്കല്ലേ എടുക്കണം ചെറുപ്പത്തിലേ. അപ്പോ വയ്ക്കും അത്യാവശ്യമൊക്കെ, പക്ഷെ നമ്മളെക്കാണൊക്കെ മുപ്പരിക്ക് വയ്ക്കും. ഇതാണല്ലോ ഇപ്പൊ ഈ വ്യത്യാസം. എന്നിട്ട് ആ ചങ്ങായിനെ കാണാൻ വേണ്ടിയിട്ട് സകല ആൾക്കാരും പാഞ്ഞു ചെല്ല. യഥാർത്ഥത്തിൽ ഈ മറഡോണയെ പടച്ചത് റബ്ബല്ലേ. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലും പ്രകൃതിയിലുള്ള വസ്തുക്കൾ എവിടെ എന്തിനോട് നമ്മൾ ആകൃഷ്ടരാവുകയാണെങ്കിലും ആ ആകൃഷ്ടരാകുന്ന വസ്തുക്കളൊക്കെ പടച്ചത് നമ്മൾ അള്ളയല്ലേ. ആ അള്ളയാണ് അക്ബർ എന്നുള്ളിടത്തേക്ക് നമുക്ക് എത്താൻ പറ്റുക. അങ്ങനെ അള്ള അക്ബർ എന്നുള്ളിടത്ത് എത്തിയാൽ പിന്നെ അള്ളാനെ തന്നെ വരും മനസ്സിലേക്ക് വിചാരം. അതാ തസൗഫ് എന്ന് പറഞ്ഞാൽ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുക. അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇങ്ങോട്ട് ചെറുതാകുക. അതങ്ങനെയുള്ള അർത്ഥമൊക്കെ ഉണ്ട്. തൗഹീദ് ബാങ്ക് കൊടുക്കുമ്പോ നമ്മളെ വിചാരം ബാങ്ക് കൊടുക്കുന്നത് കേവലം നിസ്കരിച്ചാനുള്ള നേരെ അറിയിക്കാൻ വേണ്ടിന്നാ. നിസ്കരിക്കാനുള്ള സമയം അറിയിച്ചു കൊടുക്കൽ മാത്രമല്ല അതിന്റെ ഉദ്ദേശം. അതിനിങ്ങനെ മുട്ടിയാ പോരെ, എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കിയ പോരെ. അല്ലെങ്കിൽ പള്ളി അന്തികത്തുള്ളൊരു പള്ളിയിൽ നിന്നുടൻ പൊന്തിണാം എന്ന വീണ മണിസ്വന മുട്ടിയാ പോരെ, മണിയടിച്ചാ പോരെ. പക്ഷെ അത് പോരാ. കാരണം എന്താ, അള്ളാഹു അക്ബർ എന്നുള്ള തൗഹീദിന്റെ അള്ളാഹു അക്ബർ പഠിപ്പിക്കുമ്പോൾ തൗഹീദിന്റെ സൈദ്ധാന്തിക വശമാണ് ഈ കൂടി പഠിപ്പിക്കുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ തൗഹീദിന്റെ പ്രാക്ടിക്കൽ ചെയ്താ പഠിപ്പിക്കുന്നത്. തൗഹീദിന് സൈദ്ധാന്തികവും പ്രായോഗികവുമായ രണ്ടു വശമുണ്ട്. അള്ളാഹു അക്ബർ എന്ന വാക്ക് പറയുന്നതോടുകൂടി പള്ളിക്കല മുഅദ്ദിൻ അള്ളാഹു ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ തൗഹീദിന്റെ സൈദ്ധാന്തികമായ വശം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെവിടെ ചിന്തിക്കണം,
നമ്മളൊരു ഒച്ച ഇങ്ങനെ കേൾക്കും, നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞു നിൽക്കുകയും ചെയ്യും, വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല എന്നുള്ള തത്വം പോലും ലംഘിക്കപ്പെടുകയാണ് ഇപ്പോ. ഇപ്പൊ അതൊക്കെ ആൾക്കാർക്കൊക്കെ അതിപ്പോ അങ്ങനെ ഉണ്ടാക്കാം, എന്തിനാ ഇപ്പൊ അങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട്. വർത്താനൊക്കെ പറയുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിച്ച നമ്മളെ ആഖിബത്ത് പേച്ചു പോകുന്നൊക്കെ ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂല്ല ആഖിബത്ത്, അന്ത്യം ചിലപ്പോൾ പേച്ചു പോകാൻ നടക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ചിന്തിക്കണം. നമ്മൾ അല്ലാഹു അക്ബർ എന്ന് മുഅദ്ദിൻ പറയുമ്പോൾ നമ്മളും അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് പഠിപ്പിച്ചിരിക്കുന്നത് എന്തിനാ? അതിന്റെ ഒപ്പം നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ബാങ്കിനെ നമ്മൾ ഫോളോ ചെയ്യണം. അതിന് പറ്റുന്ന രീതിയിൽ ബാങ്ക് കൊടുക്കുമാണ് കേട്ടോ. നല്ല ബാങ്കാണ്. ബാങ്ക് ബാങ്കാരനെ ചിലപ്പോൾ നമ്മളെ പള്ളിക്കുന്ന ബാങ്ക് കൊടുക്കുമ്പോൾ നിങ്ങളൊക്കെ ഈ SKSSന്റെ ഒക്കെ പ്രവർത്തകന്മാരതൊക്കെ ശ്രദ്ധിക്കണം. നാട്ടിലെ ബാങ്കൊക്കെ നിങ്ങൾ ബാങ്ക് വിളി മത്സരം നടത്തും. ബാങ്ക് വിളി മത്സരം നടത്തിയിട്ട് ഏറ്റവും നന്നായി ബാങ്ക് കൊടുക്കാൻ അറിയുന്നവൻ ഫസ്റ്റ് പ്രൈസും വാങ്ങിങ്ങാണ്ട് സമ്മാനം വാങ്ങി ഓന്റെ കുടി കൊണ്ട് വെച്ച് ഓമിനെ ബാങ്ക് കൊടുക്കില്ല. പിന്നെന്തിനാ? ഓനെ നന്നായിട്ട് ബാങ്ക് കൊടുക്കാൻ അറിയുന്നത് തെളിയിക്കണ എന്തിനു വേണ്ടിയിട്ടാ? സർട്ടിഫിക്കറ്റുമായി കുഴി പോകാനാ? നന്നായി ബാങ്ക് കൊടുക്കാൻ തേക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ബാങ്ക് കൊടുക്കണ്ടേ? നന്നായി ഓതാൻ തേക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ഓതണ്ടേ? നന്നായി പാടാൻ തേക്കും എന്ന് പറഞ്ഞാൽ പിന്നെ പാടണ്ടേ? ഇത് നന്നായി ബാങ്ക് കൊടുക്കാൻ ഓന് കഴിച്ചൊന്ന് തീരുമാനിച്ചുകൊണ്ട് ഓരോ സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ട് സമ്മാനം വാങ്ങി ട്രോഫിയും വാങ്ങി ഉപഹാരവും വാങ്ങി. ഉപഹാരം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഉപകാരവും ഇല്ലാത്തതാണ്. ഉപഹാരം കൊടുക്കുന്ന സാധനങ്ങളൊക്കെ നോക്കുകൊണ്ട് നിങ്ങൾ ഒരു ഉപകാരം പോലും ഉണ്ടാവില്ല. ചെറിയ കുട്ടിയെ കൊടുക്കുമ്പോൾ എല്ലാം ഗ്ലാസ്സൊക്കെയാണ് ചായലും കുടിച്ച. ഇത് നമ്മൾ ഈ ട്രോഫി എന്ന് പറഞ്ഞു കൊടുക്കണേ വലിയ ഉപകാരമാണ്. കൊണ്ടുപോയേക്കാൻ പറ്റുന്നല്ല. ആവും വാങ്ങിയിട്ട് ഓനോന്റെ കൂടി പോയി കാട്. അപ്പൊ ബാങ്ക് മനോഹരമായിട്ട് കൊടുക്കുക. ബാങ്ക് നല്ല മനോഹരമായി ബാങ്ക് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് റസൂല് പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ സേത്തി സമാനല്ല ഉമ്മത്തി യത്രുകൂന ആദാനഹും ഇലാ ദുഅഫായിഹിം. സമൂഹത്തിൽ ഏറ്റവും ബലഹീനരെ ബാങ്ക് ഏൽപ്പിക്കുന്ന ഒരു കാലഘട്ടം വരും. എന്നിട്ട് നമ്മൾ ചോദിക്കേക്കാരം എന്താ എനിക്ക് പണി? പ്രത്യേകിച്ച് ഒരു പണിയില്ല. എന്തേപ്പോ പണിയൊന്നും ഇല്ലാത്തത്? പണിയില്ലായിട്ടൊന്നുമല്ല, തടിയോട് വെച്ച അതുകൊണ്ടാണ്. ഒരു പണിയില്ലല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യും, പള്ളിക്ക് ബാങ്ക് കൊടുക്കാം. എന്നാ പള്ളിക്ക് ബാങ്ക് കൊടുത്തോ. അങ്ങനെ കൊടുക്കാനുള്ളതല്ലതേ. അല്ലാമ ഇക്ബാല് പറഞ്ഞില്ലേ, അൽഫാസു മആനി മെ തഫാവുത് നഹി ലേകിൻ മുല്ലാ കി അദാനൂർ മുജാഹിദ് കി അദാനൂർ പർവാസ് ഹെ ദോനോ കെ ഇസി ഏക് ഫസാ മേ അയ്യൽ ഫലാഹ് എന്ന് വിളിക്കുന്നതൊക്കെ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ അർത്ഥമുണ്ടേ. ഈ അർത്ഥവും പൊരുളും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് സമയം വൈകുന്നുണ്ടാവും. അതിനനുസരിച്ച് ഞാന് സമയം പിന്നെ വൈകി വരികയാണ് തോന്നുന്നുണ്ട്. അവിടെ ദീർഘിപ്പിക്കണില്ല, നമ്മളെ വിഷയത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല് അല്ലാഹു അക്ബർ, ഈ അല്ലാഹു അക്ബർ നമ്മൾ ശരിയാക്കണം. അതുകൊണ്ടാണല്ലേ സഹാബത്ത് റസൂലിന്റെ കാലത്ത് ഒരു സഹാബി അബൂ തൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് തോട്ടണ്ടായിരുന്നു. അദ്ദേഹം നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനോഹരമായൊരു തോട്ടം, ആ തോട്ടത്തിലേക്ക് ശ്രദ്ധ പോയി നിസ്കാരത്തിന്റെ ഇടയിൽ. അപ്പോ നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ ശ്രദ്ധ അല്പസമയം പിന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചുകൊണ്ടെന്നു കണ്ട് നിസ്കാരത്തിൽ എന്നെ നിർത്തി. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധി എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു തോട്ടമുണ്ട്. ആ തോട്ടം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടാണ്, ഏറ്റവും വരുമാനം നേടിത്തരുന്ന തോട്ടാണ്. ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ എന്റെ നമസ്കാരത്തിൽ നിന്ന് ഒരു അല്പസമയം ആ തോട്ടം തട്ടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആ തോട്ടം അബൂതൽഹയ്ക്ക് വേണ്ട. അത് നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ആർക്കാച്ച എന്താച്ച കൊടുത്തോളും. ഒരു നിസ്കാരത്തിൽ അല്പസമയത്തെ ശ്രദ്ധ തോട്ടം തട്ടിയെടുത്തു എന്നതിന്റെ പേരിൽ തനിക്ക് ഏറ്റവും വരുമാനം നേടിത്തരുന്ന തന്റെ ഇഷ്ടപ്പെട്ട തോട്ടം അദ്ദേഹം ഒഴിവാക്കി. കാരണം അല്ലാഹു അക്ബർ, അതാണ്. അള്ളേ വലിയത് തോട്ടല്ല. നമ്മളെ സംബന്ധിച്ചാണെങ്കിലോ നമുക്ക് തോട്ടക്കാരൻ വലിയത്. ഇനി തോട്ടല്ല, നിങ്ങൾ ഒരാള് അയാളെ പിന്നെ അളിയാക്ക ഒരു വാച്ച് കൊടുത്തയച്ചു, അളിയനൊരു വാച്ച് കൊടുത്തയച്ചു, നല്ല പൊന്നിന്റെ നിറമുള്ള വാച്ച്. ആ വാച്ച് ഇങ്ങനെ കെട്ടിക്കാണ്ട് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാതെ ഇങ്ങനെ ശ്രദ്ധ വാച്ച്മേലേക്ക് ഇങ്ങനെ പോയി. അപ്പൊ കൈയോട് മുറുക്കി പിടിച്ചാണ്ട് പിന്നെ അറിയാതെ ഇങ്ങനെ വീണ്ടും പോയി. അങ്ങനെ പല പ്രാവശ്യം നിസ്കാരത്തിൽ വാച്ച്മേലേക്ക് ശ്രദ്ധ അങ്ങനെ പോയി. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉസ്താദിനോട് പള്ളിക്ക് ചെന്നുകാണ്ട്, ഉസ്താദെ എനിക്കൊരു വാച്ചിന്റെ അളിയാക്ക കൊടുത്തയച്ചതാണ്, നല്ല ചൊറുക്കുണ്ട്, പൊന്നിന്റെ നിറാണ്, എനിക്ക് എന്തോ പറ്റുകയും ചെയ്തിരിക്കുന്നു, 10,000 റുപ്യ വിലയുണ്ട് അത്രേ. പക്ഷെ എന്താ കാട്ടുക, നിസ്കാരത്തിൽ നിന്ന് അല്പസമയത്തേക്ക് എന്റെ ശ്രദ്ധ ആ വാച്ച് തട്ടിയെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ വാച്ചിന് അമ്മക്ക് വേണ്ട, നിങ്ങൾ എന്താ വെച്ചാൽ കാട്ടിക്കോളി എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കുവോ? അഥവാ കൊടുത്താൽ പിന്നുള്ള നിസ്കാരമൊക്കെ അതാലോചിച്ച് വാത്തിലാവും. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അതില് ഒരു തമാശ ഉണ്ടെങ്കിൽ ഒരു കാര്യത്തിലില്ലേ,
അങ്ങനെ അള്ളാഹ്നറിയാം. അതാ മൻ ഖലബനി വജദനി, എന്നെ അന്വേഷിച്ച് എന്നെ അറിയുക. വമൻ വജദനി അറഫനി, എന്നെ അന്വേഷിച്ചവൻ എന്നെ കണ്ടെത്തുന്നു. വമൻ വജദനി അറഫനി, എന്നെ കണ്ടെത്തിയവൻ എന്നെ അറിയുന്നു. വമൻ അറഫനി അശിഖനി, എന്നെ അറിഞ്ഞവൻ എന്നെ സ്നേഹിക്കും. വമൻ അശിഖനി, എന്നെ സ്നേഹിച്ചാൽ ഖതൽതുഹു അശിഖ്തുഹു, ഞാൻ അവനെ സ്നേഹിക്കും. വമൻ അശിഖ്തുഹു ഖതൽതുഹു, ഞാൻ ആരെയാണ് സ്നേഹിച്ചതെന്ന് വെച്ചാൽ അവനെ ഞാൻ വധിക്കും. വധിക്കും എന്ന് പറഞ്ഞ അർത്ഥം ഓന് പിന്നെ ഉണ്ടാവില്ല, എനിക്കുണ്ടാവില്ല. എന്റെ വ്യക്തിത്വം എന്റെ അസ്തിത്വം എനിക്ക് പിന്നെ ഇല്ല, പിന്നെ പടച്ചോനുള്ളൂ എനിക്ക് എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്ന. അപ്പൊ ഇങ്ങനെ തൗഹീദിന്റെ വഴികളിലൂടെ ഈ ഓർഡറിൽ കൂടി മനസ്സിലാക്കൽ, അള്ളാനെ മനസ്സിലാക്കലാണ് യഥാർത്ഥത്തിൽ തൗഹീദിന്റെ തസവ്വുഫിന്റെ അടിസ്ഥാനം. തൗഹീദ് തന്നെ അതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഒന്നാമതായി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ഇല്ലല്ലാഹ്, അല്ലാതെ ഇബാദത്തിന് അർഹതപ്പെട്ടവരില്ല. പിന്നെ രണ്ടാമത് ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, അള്ളാനെ അല്ലാതെ മനസ്സിൽ വരുന്നില്ല. ലാ മഷ്ഹൂദ ഇല്ലല്ലാഹ്, അള്ളാനെ അല്ലാതെ കാണുന്നില്ല. ബസഹറാ ബനികരം സഹറാ തുബീനം, ബദറിയ ബനികരം ദറിയ തുബീനം, ബഹർജ ബനികരം ഹർജ തുബീനം. മരുഭൂമിയിലേക്ക് നോക്കിയാലും സമുദ്രത്തിലേക്ക് നോക്കിയാലും എവിടെ നോക്കിയാലും ഞാൻ നിന്നെയാണ് കാണുന്നത്. അള്ളാനെ തന്നെ എപ്പോഴും ഇങ്ങനെ എല്ലാ സമയത്തും അള്ളാഹു അള്ളാഹു എന്നുള്ള രീതിയിൽ അവനെ തന്നെ അറിഞ്ഞും അവനെ തന്നെ ഓർത്തും കൊണ്ടിരിക്കുക. ഇത്തരം അവസ്ഥയിലേക്കൊക്കെ നമുക്ക് ഉയരാൻ പറ്റണം. അങ്ങനെ ഉയരാൻ പറ്റലാണ് തൗഹീദിന്റെ. അതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ നിന്ന് നമ്മൾ തൗഹീദിന്റെ ഉന്നതമായ സ്റ്റേജിലേക്കൊക്കെ എത്തണതിന് മുമ്പ് തന്നെ അവനവൻ ഇപ്പൊ നിലനിൽക്കുന്ന സ്ഥിതി ഒന്ന് മനസ്സിലാക്കണം. നമ്മളെ പറ്റി മനസ്സിലാക്കണം. ഞാൻ ഇപ്പൊ എവിടെ ഉള്ളത് എന്നേ നിങ്ങൾ ആലോചിച്ച് നോക്കാണി അല്ലേ? നമ്മളൊക്കെ ഒരു നല്ല ഇസ്ലാം ദീനൊക്കെ ഉണ്ടാവും, ദീനും നിസ്കാരമൊക്കെ ഉണ്ടാവും. അങ്ങനത്തോരൊക്കെ കാണാം. ഒരു വിനോദത്തിന്റെ പ്രശ്നം വന്നാല്, ഒരു വിനോദത്തിന്റെ വേദി വന്നാല് നമ്മളെല്ലാ നിയന്ത്രണവും വിടുന്നില്ലേ? വിനോദത്തിന്റെ കാര്യം വന്നാൽ, കളിയുടെയും തമാശയുടെയും കാര്യം വന്നാൽ എല്ലാ നിയന്ത്രണവും വിടുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? പിന്നെ ഒരു നിയന്ത്രണം ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ നോക്കി. വലാ തംശി ഫിൽ അർളി മറഹ, നിങ്ങൾ അമിതാഹ്ലാദത്തോടുകൂടി ഭൂമിയിൽ കൂടി സഞ്ചരിക്കരുതേ. ഇത് അള്ളാഹ് പറഞ്ഞതാ ഖുർആനിലെ സൂറത്ത് ലുഖ്മാനിലെ. ലുഖ്മാനുൽ ഹക്കീം എന്ന ഒരു അദ്ദേഹത്തിന്റെ മകനെ ഉപദേശിക്കണമായിട്ട് അള്ളാഹു തആല കോട്ട് ചെയ്യാണ്, ഉദ്ധരിക്കുക ചെയ്യണത്. വലാ തംശി ഫിൽ അർളി മറഹ, ഭൂമിയിൽ കൂടി അമിതാഹ്ലാദത്തോടുകൂടി സഞ്ചരിക്കരുതേ. നമ്മൾ അമിതാഹ്ലാദത്തോടുകൂടി സഞ്ചരിക്കുമ്പോ, സന്തോഷം കൂടുമ്പോ, വലാ തുക്സിരിൽ ലഹിക ഫഇന്ന കസറത്തൽ ലഹികി തുമീതുൽ ഖൽബ്, നിങ്ങൾ അമിതമായി ചിരിക്കരുതേ. അധികം ചിരിച്ചാൽ നിങ്ങളുടെ ഹൃദയം മരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമ്മളുടെ ആക്ഷനൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. അമിതാഹ്ലാദത്തോടുകൂടി പിന്നെ പന്ത് കളിച്ചാണ്ട് നമുക്ക് ട്രോഫി കിട്ടിയ ഇതും പേറിങ്ങാണ്ട് പൊന്തിച്ചാണ്ട് ഗോളടിച്ചോനെ തലയിലൊക്കെ ഏറ്റിങ്ങാണ്ട് ഒച്ചയും വിളി ഉണ്ടാക്കിയാണ്ട് അമിതമായ ആഹ്ലാദത്തോടുകൂടി ബസ് ട്രാഫിക്കൊക്കെ ജാമാക്കി എന്തൊക്കെ കാട്ടിലുണ്ട് നമ്മൾ ആൾക്കാര്. വലാ തംശി ഫിൽ അർളി മറഹ, ഭൂമിയിൽ കൂടി അമിതാഹ്ലാദത്തോടുകൂടി സഞ്ചരിക്കരുത് അള്ളേ പറയുന്നത്. ഇങ്ങനെയുള്ള അദബും മര്യാദയൊക്കെ അല്ലേ ആദ്യം ജീവിതത്തിലേക്ക് വേണ്ടത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ന്യൂ ജനറേഷനല്ലേ, അങ്ങനെ പറയാം. ന്യൂ ജനറേഷൻ ആണെന്നുള്ളത് എല്ലാവരും ന്യായീകരണം. നമ്മളിങ്ങനെ ആഹ്ലാദത്തോടുകൂടി ഒച്ചയുമിളയൊക്കെ ഉണ്ടാക്കിയാണ്ട് നടന്നാല് എന്താണ് ചങ്ങായിമാരെങ്ങനെയൊക്കെ ഒച്ചയുമിളയൊക്കെ ഉണ്ടാക്കുന്നത്? ഇത് ന്യൂ ജനറേഷൻ അല്ലേ? എന്തു പറഞ്ഞാലും പുതിയ തലമുറ എന്നുള്ള ആ തലമുറയ്ക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് തലമുറയാണെങ്കിലും ശരി, ഏതൊരു തലമുറക്കും തലയും മുറയും വേണം അല്ലേ? തലയും മുറയും വേണം തലമുറക്ക്. ഇത് തലയും മുറയും ഇല്ലാതായ പിന്നെന്ത് തലമുറ എങ്ങനെയുണ്ടാവുക? തലയും മുറയും കൂടുമ്പോഴാണ് തലമുറ ഉണ്ടാവുക. അപ്പൊ തലയുമില്ല മുറയുമില്ല, പിന്നെ ഇങ്ങനെ തലമുറയുക. അപ്പൊ ഏത് ജനറേഷൻ ആണെങ്കിലും ശരി, ചില അദബുകൾ, ചില മര്യാദകൾ. ഇവിടെ ഉസ്താദിനെ ബഹുമാനിക്കണതിനെ പറ്റിയൊക്കെ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചില്ല. ഉസ്താദ് തസവൂഫി കൂടിയാ സാധിക്കുക. നിങ്ങൾ നോക്കി, നിസാമുദ്ദീൻ, ഞാൻ ദുർവിധികളിൽ അവസാനിപ്പിക്കുകയാണ്. നിസാമുദ്ദീൻ ഔലിയ ഈ നിങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കേൾക്കാം. എന്താണ്, മംഗലാപുരത്ത് നിന്ന് നിസാമുദ്ദീനിലേക്ക് പോകുന്ന നിസാമുദ്ദീൻ എക്സ്പ്രസ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. കേൾക്ക, ദിവസം കേൾക്കാം. എന്താ അത് പറയാൻ കാരണം? നിസാമുദ്ദീൻ ഔലിയ അദ്ദേഹത്തിന്റെ ഗുരുവര്യനായിട്ടുള്ള ബാബ ഫരീദ്, അദ്ദേഹം തന്റെ ശിഷ്യനായിട്ടുള്ള നിസാമുദ്ദീനോട് പറഞ്ഞു, തൂ മീമീരി വലി നാമത്തിന മീമീരെ, നീ മരിച്ചാലും നിന്റെ നാമം മരിക്കില്ലടോ. നിസാമുദ്ദീൻ ഔലിയനോടെ ഉസ്താദ്, ഗുരു, ഷെയ്ഖ് പറയാ, നീ മരിച്ചാലും നിന്റെ നാമം മരിക്കില്ലടോ.
ആ വാക്കിന്റെ പുലർച്ച കണ്ടങ്ങളെ ഈ റെയിൽവേ സിസ്റ്റം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ നിസാമുദ്ദീൻ 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 എന്ന് പറയാതെ കൂല നാമം മരിക്കൂല. അതാ തസവൂഫിന്റെ വീര്യം, അതിന്റെ വിലയ്ക്ക് അതാ. ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി, നിങ്ങൾ അജ്മീരിലൊക്കെ പോണവരുണ്ടാവുമല്ലോ, അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ കഅബത്തുങ്ങ് ചെന്ന് നിങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യും പിടിച്ചാണ് കഅബത്തുങ്ങ് ചെന്നിട്ട് പടച്ചവനോട് പറഞ്ഞു, ഹുദായ ഹുദായ, പടച്ചവനെ എന്റെ നാമം നീ എന്റെ ഖബറിനെ നീ മായ്ച്ചു കളയുക. ഖബറ മൻ റാ നഹ്വ ബി ഫർമ, എന്റെ ഖബറിനെ നീ മായ്ച്ചു കളയുക. ഉസ്മാൻ ഹാറൂനി എന്ന അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേര് ഉസ്മാൻ ഹാറൂനി. വഖബറ മുഈനുദ്ദീൻ റാ ആബാദ് ബികുൻ, എന്റെ ശിഷ്യനായ മുഈനുദ്ദീന്റെ ഖബർ ജനനിബിഡമാക്കണമേ. ഗുരു ശിഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ കണ്ടില്ലേ നിങ്ങള്? ആർക്കറിയാം ഉസ്മാൻ ഹാറൂനിയുടെ ഖബർ എവിടെയാണ്? ആർക്കും അറിയാം? ആർക്കും അറിയില്ല. പിന്നെ ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തിയുടെ ഖബർ അത് ഒരു നിമിഷമുണ്ടോ ആൾക്കാരവിടെ ഇല്ലാത്ത സിയാറത്തില്ലാത്ത സമയമുണ്ടോ? ഗുരുവിന്റെ പ്രാർത്ഥന കണ്ടില്ല നിങ്ങൾ? ഇതൊക്കെ തസവൂഫിന്റെ ശക്തിയും വീര്യവും. ഇങ്ങനെയുള്ള ഗുരുക്കന്മാരെ, അത്തരത്തിലുള്ള ഗുരുക്കന്മാരും ഷെയ്ഖുമാരും ഉസ്താദുമാരും ഒക്കെയുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയ്ക്കുള്ള SKSSFന്റെയും അതിന്റെ ക്യാമ്പസ് വിങ്ങിന്റെയൊക്കെ പ്രവർത്തകന്മാരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ പൂർവ്വ ചരിത്രം, എന്റെ വിഷയം തന്നെ തസവൂഫ് കേരളത്തിൽ എന്നാ. കേരളത്തിലേക്ക് നമ്മൾ എത്തിയില്ല, നമ്മള് തസവൂഫിൽ തന്നെ എവിടെ എത്തിയില്ല. ഏതായാലും പറഞ്ഞിടത്തോളം കാര്യമൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഞാൻ നിർത്തുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. വളരെ സരസമായി സൂഫിസം എന്ന വിഷയം അവതരിപ്പിച്ച സി അംസ സാഹിബിന് SKSFന്റെ ക്യാമ്പസ് വിങ്ങിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരത്തിനുള്ള സമയമാണ്. നമസ്കാരം കഴിഞ്ഞ് ഹംസ സാഹിബിനോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുക. ഇപ്പൊ ആരും പോകരുത്, ഒന്നിരിക്കുക. ഓരോരുത്തർ പുറത്തു പോയൊരു ദയവ് ചെയ്തിട്ട് ഒന്ന് ഉള്ളിലേക്ക് തന്നെ കയറിയിരിക്കുക. മെന്റേഴ്സ് ശ്രദ്ധിക്കുക. അപ്പോ ഒരു 2-3 ചോദ്യം, അതിനപ്പുറം വരില്ല. അപ്പോ പിന്നെ മൈക്ക് അങ്ങോട്ട് കൈമാറാം, പെട്ടെന്ന് ചോദിക്കുക. അസ്സലാമു അലൈക്കും. ഈ കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സൂഫിസം. പ്രത്യേകിച്ച് പല ആളുകളും സൂഫിസത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയെടുത്തുള്ള പോരായ്മയാവാൻ കാരണമുണ്ട്. അതായത് ചില ആളുകളൊക്കെ ഇതിന് മിസ്റ്റിസം എന്ന് ഇംഗ്ലീഷിൽ പറയും, ചില ആളുകൾ സൂഫിസം എന്ന് പറയും. സൂഫിസം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാവും, നല്ല ശരിയായ ത്വരീഖത്തിലൂടെ ശരിയായ മാർഗത്തിലൂടെയുള്ള ഒരു സരണിയാണ് സൂഫിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ആളുകളും ഈ സൂഫിസത്തെ ജനറലൈസ് ചെയ്യാൻ, സെക്കുലറൈസ് ചെയ്യാൻ വേണ്ടി മിസ്റ്റിസം എന്നൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ സമൂഹത്തിനിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവണത വളരെയധികം കൂടിക്കൂടി വരികയാണ്. അതായത് പ്രാക്ടിക്കലായിട്ടുള്ള സൂഫിസത്തിന് അവരടുത്ത് യാതൊരു വിലയില്ല, വെറും തിയററ്റിക്കൽ മാത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, സൂഫിസത്തെ വെറും ഒരു സെക്കുലറൈസ് ചെയ്യാനുള്ള ഗൂഢമായ ശ്രമം പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം, ഒരു ആൾട്ടർനേറ്റീവ് വളരെ അത്യാവശ്യമായി വരികയാണ്. അതിൻ്റെ ഒരു പരിഹാരം അതിനുള്ള പരിഹാരം വെച്ചാല് മിസ്റ്റീസം എന്ന് പറയുമ്പോൾ മിസ്റ്റീസം അല്ല സൂഫിസം. പിന്നെ ചില ഇതിന് മിസ്റ്റീസം അല്ല സൂഫിസം എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ഇസ്ലാമിക് മിസ്റ്റീസം എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് മനസ്സിലാക്കാൻ കുറെ സഹായകമാവുന്നു മാത്രം. പക്ഷെ യഥാർത്ഥത്തിൽ എന്നിട്ട് എല്ലാ മതങ്ങളിലും അവരുടേതായ മതങ്ങളിലും മതേതരമായിട്ടും ചിലപ്പോൾ മിസ്റ്റീസ് ഉണ്ടായിരുന്നു വരും. ഇപ്പോ മിസ്റ്റിക്ക് പോയിട്ട് എന്ന് പറഞ്ഞാൽ മതം ഉണ്ടാവണമെന്നൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ശങ്കരക്കുറുപ്പിനെ മിസ്റ്റിക് കവി എന്നാ പറയാം, ടാഗോറിനെ മിസ്റ്റിക് കവി എന്നാ പറയാം. ഇവരൊക്കെ മിസ്റ്റിക്കുകളാണ്, പക്ഷെ ഇവരൊന്നും സൂഫികളല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സൂഫിസം മിസ്റ്റീസം തമ്മിൽ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഉണ്ടാവുന്നതാണ് സൂഫിസം, തസവൂഫ്. അതിന്റെ ആചാര്യന്മാരൊക്കെ ഈ ഇസ്ലാമിന്റെ വഴിയിലും ശരീഅത്തിലൊക്കെ ഉള്ളവർ തന്നെയായിരിക്കും. അതുകൊണ്ട് സൂഫിസം മിസ്റ്റീസം ഒന്നല്ല. പിന്നെ ഇത് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഈ മിസ്റ്റീസം വരുന്നതോടുകൂടി, അതല്ല ഈ സൂഫിസം വരുന്നതോടുകൂടി പിന്നെ
അവർ തെറ്റിദ്ധാരണ ഉണ്ട്. അത് കേവലം ഒരു സ്നേഹത്തിൻ്റെതായ ദർശനാണ്. സ്നേഹത്തിന്റെ ദർശനം മാത്രമാണ്. അതിൽ ബാക്കിയുള്ള ഈ ജിഹാദ് പോലത്തതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവർ പ്രത്യേകിച്ച് ഈ സാമ്രാജ്യ ശക്തികളൊക്കെ തന്നെ ഈ ഇസ്ലാമിക സമൂഹത്തിലുള്ള പലരുടെ ഇടയിലുള്ള ഈ ജിഹാദി സ്പിരിറ്റിനെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാമ്രാജ്യത്വ ശക്തികൾക്ക് ഇവിടെ ഉണ്ടായി, ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ഉണ്ടായെന്ന് പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിൽ അത്തരത്തിലുള്ള സംഗതികളൊന്നും ഇല്ലാതാക്കി കേവലം പരസ്പര സ്നേഹം, കരുണ എല്ലാ മതങ്ങളിലുള്ളതുപോലത്തെ ഒത്തൊരുമിച്ച് ജീവിക്കുക എന്നൊക്കെയുള്ള ഒരു സിദ്ധാന്തമാണ് സൂഫിസം എന്ന് വരുത്തുന്നത്. അത്തരം ഒരു താല്പര്യം വെച്ചിട്ടാണ്. അപ്പൊ അതില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ നേരത്തെ നിങ്ങളെ ചോദ്യത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ. ആരും സൂഫിസം പ്രാക്ടീസ് ചെയ്യണില്ല. ഇത് ഒരു അക്കാദമിക വിഷയമായിട്ട് നിർത്തുക ചെയ്യണത്. ഇപ്പൊ നമ്മളെ കേരളത്തിൽ തന്നെ സൂഫിസത്തെ പറ്റി എഴുതുന്ന കുറെ ബുദ്ധിജീവികളുണ്ട്. ഓരോന്നും സൂഫിസം പ്രാക്ടീസ് ചെയ്യണവരല്ല. അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. ഈ പ്രാക്ടീസ് ചെയ്യണവരോട്ട് എഴുതണമില്ല. പ്രാക്ടീസ് ചെയ്യണവരുണ്ട്. ഇപ്പൊ നേരത്തെ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഉദാഹരണം അവിടെ പറഞ്ഞിരുന്നല്ലേ. ഇപ്പൊ അത്തിപ്പറ്റ ഉസ്താദൊക്കെ തസൗഫിന്റെ ഒരു സിമ്പലാണ്. പക്ഷേ അദ്ദേഹം ഗ്രന്ഥം എഴുതിയാണ് ഇങ്ങനെ പ്രചരിപ്പിക്കണമെന്നില്ലല്ലോ. അവർ ജീവിക്കുകയാണ് ചെയ്യണത്. അപ്പൊ ജീവിക്കുമ്പോൾ അവരെ ജീവിതം തന്നെ യഥാർത്ഥത്തിൽ ഒരു ഗ്രന്ഥമാണ്. ഇപ്പൊ ഇവിടെ ജീവിച്ചിരുന്ന നമ്മളെ പിന്നെ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിം ഇങ്ങനെ കുറെ സൂഫി വര്യന്മാരുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ അവരുമായിട്ട് നേരത്തെ ഇവിടെ ഉസ്താദ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്നുവെച്ചാൽ അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സമീപിച്ച് അവരിൽ നിന്ന് നമ്മളിലേക്ക് പ്രസരിക്കണം. അത് കേവലം ഒരു വൈജ്ഞാനിക വിഷയമായിട്ടല്ല, ഒരു നമ്മളെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട പ്രായോഗികമായിട്ട് നമ്മൾ. പക്ഷെ അവിടെ വരുമ്പോഴാണ് നമ്മളും പരാജയപ്പെടുക. കം ഖാന, കം പീന, കം സോന, കം ബോൽന. തസൗഫ് തുടങ്ങുമ്പോൾ തന്നെ വേണ്ടത് ഇതാ, കം ഖാന തീറ്റ കുറക്കുക, തയ്യാറുണ്ടാവുമോ? കം പീന കുടി കുറക്കുക, തയ്യാറുണ്ടാവുമോ? കം സോന ഉറക്കം കുറക്കുക, തയ്യാറുണ്ടാവുമോ? കം ബോൽന വർത്താനം കുറക്കുക, തയ്യാറുണ്ടാവുമോ? അപ്പോ നമുക്കിത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട പണിയാണ് ഇതൊക്കെ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഉദാഹരണങ്ങളും സിമ്പലുകളും ഉണ്ടാവും. അപ്പൊ പിന്നെ ബാക്കിയുള്ള വാദങ്ങൾ നിലനിൽക്കാതാവും ചെയ്യും. അതാണ് അതിന് ചെയ്യേണ്ടത്. നമ്മൾ തസവുഹ് പ്രാക്ടീസ് ചെയ്യണവരാകുക. നമ്മളെ മുൻഗാമികൾ എല്ലാവർക്കും പാടത്തതിന് പറ്റിക്കൊള്ളുന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടില് വളരെ എണ്ണപ്പെട്ട ആൾക്കാർ മാത്രമേ ഈ തസവുഹ് പ്രാക്ടീസ് ചെയ്യണവരുള്ളൂ. പുതിയ തലമുറയിൽ നിന്നൊന്നും അത്തരം ആളുകൾ അങ്ങനെ ഉണ്ടായി വരുന്നില്ല. ഒക്കെ ഈ ലോകത്തിൽ കുടുങ്ങാണല്ലോ ചെയ്യണത്, ദുനിയാവിൽ കുടുങ്ങുക ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കതിന്റെ അനുഭൂതി കിട്ടണം. ആ അനുഭൂതി കിട്ടിയാൽ പിന്നെ നമ്മൾ വിടൂല്ല. ലൗ അരിമൽ മുലൂകു മാ നഹ്നു ഫീഹി വല്ലാഹി ലൗ അരിമൽ മുലൂകു മാ നഹ്നു ഫീഹി ലഖാതലൂ ബിസുയൂഫിഹിം വജുയൂഷിഹിം. അല്ലാഹുവാണ് സത്യം. അള്ളാഹുവിനെ സംബന്ധിച്ച് അറിഞ്ഞ് അള്ളാഹിനെ മനസ്സിലാക്കുകയും അവനെ ഓർക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവണം അവനോടുള്ള സാമീപ്യത്തിൽ നിന്നുണ്ടാവുന്ന സായുജ്യം. ആ സായുജ്യം പിന്നെ രാജാക്കന്മാരറിഞ്ഞാൽ ആ അനുഭൂതി നമ്മളിൽ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സൈനിക സമേതം സായുധം അവർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ഈ അനുഭൂതി തട്ടിക്കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഒരു അനുഭൂതി ഇബാദത്തിന്റെ സുഖവും ലദ്ദത്തും ഒക്കെ ഉണ്ടാവുമ്പോഴേ അപ്പൊ സ്വാഭാവികമായിട്ടും പള്ളിയിൽ പോയാൽ നമുക്ക് ഇല്ലേ അള്ളാന്റെ സന്നിധി പോയി നിങ്ങൾ നോക്കിപ്പോ നമ്മളിപ്പോ പള്ളിയിൽ പോയാൽ എത്ര പെട്ടെന്നാണ് ഇത് കയ്യാൻ ചെന്നല്ലേ ആലോചിക്കുക. നിസ്കരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആലോചിക്കുക വേഗം നിർത്തണ ഇമാം ഏതാന്ന് വെച്ചാൽ അവിടേക്ക് പോവുക. ഇപ്പൊ ജുമാക്ക് പോകുമ്പോൾ ചിലര് വേഗം തീരേത് പള്ളിക്കാൻ അവിടേക്കാണ് പോവുക. ഇത് വേഗം തീരണമെന്ന് ആലോചിക്കണം. എന്തുകൊണ്ടാ? ഇതിൽ രസമില്ലായിട്ടല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മസലുൽ മുഅ്മിനി ഫിൽ മസ്ജിദി, പള്ളിയിലൊരു മുഅ്മിന്റെ ഉദാഹരണമൊക്കെ മസലി സമക്കി ഫിൽ മായി, വെള്ളത്തിലെ മത്സ്യത്തെ പോലെ ഇരിക്കാരം. വെള്ളത്തിൽ നിന്ന് പോരാൻ മത്സ്യം കൂട്ടാക്കൂല. ഓ മസലുൽ മുനാഫിഖി ഫിൽ മസ്ജിദി, പള്ളിയിൽ മുനാഫിക്കിന്റെ ഉദാഹരണം പറഞ്ഞിട്ട് മസലി തൈരി ഫിൽ ഖഫസി, കൂട്ടിലെ പക്ഷിന്റെ മാതിരിക്കാരം. നമ്മളേതാ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടിലെ പക്ഷിയെ വെള്ളത്തിലെ മത്സ്യ പള്ളിക്ക് പോയാല്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ അതിൽ നിന്ന് കിട്ടുന്ന ലദ്ദത്ത്, രസം, സുഖം അതൊക്കെ അപ്പോഴാണ് നമ്മൾ അനുഭവിക്കുക. അപ്പൊ പടച്ചവന്റെ അടുത്ത് വിട്ടു പോരാൻ തോന്നൂല. അത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യണം. അതാ അരിയർ പറഞ്ഞ വാക്ക് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്തത് നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് നമ്മളെ നയിക്കാൻ നമുക്ക് പറ്റണം. മറ്റു മതങ്ങളിൽ സൂഫിസമുണ്ടോ? ഹിന്ദുമതത്തിൽ സൂഫിസം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ശരിയാണോ എന്നുള്ളൊരു സംശയം. അതിപ്പോ എന്താ വെച്ചാൽ ഹിന്ദുമതത്തിൽ ആരാധന ഉണ്ടോ? ഉണ്ട്. അതേപോലെ ഹിന്ദുമതത്തിൽ സൂഫിസം എന്നുള്ള ടേം ഉണ്ടാവില്ല. പക്ഷെ ആധ്യാത്മികത ഹിന്ദുമതത്തിലും ഉണ്ട്. ഇപ്പൊ ശങ്കരാചാര്യരുടെയൊക്കെ
അല്ലേ? ഉണ്ട്. ആധ്യാത്മികത അതിലുണ്ട്, അതിലുണ്ട് ധ്യാനമുണ്ട്, അതിൽ കൂടി പിന്നെ അത്തരം കുറെ അനുഭൂതികളൊക്കെ അവർക്കും ഉണ്ടാകുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ അതും ഇതും രണ്ടും തന്നെ, ഒരു തരക്കും ഒത്തുപോകുന്നതല്ല. ഉണ്ട് എല്ലാ മതങ്ങളിലും, എല്ലാ മതക്കാരും അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തുമത അവകാശപ്പെടുന്നുണ്ട്. കാരണം അവരെ മതത്തിന്റെയും ഡെപ്തായിട്ട് അവർ പറയുന്നത് മിസ്റ്റീസം തന്നെയാണ്. അതിന് നമ്മുടെ ഇസ്ലാമിലുള്ള സൂഫിസം പോലുള്ള വാല്യബിൾ ആണോ? അതിന് മാത്രം വാല്യൂ ഉണ്ടാവോ? അവരുടേതായ ധ്യാന രീതികളുണ്ട്. ആ ധ്യാനത്തിൽ കൂടി അവർക്ക് ചില അനുഭൂതിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ അനുഭൂതി എവിടുന്ന് കിട്ടുന്നതാണെന്ന് ഇപ്പോ പൈശാചികവും ആവാം, പക്ഷെ അനുഭൂതി അവർക്കുണ്ട്. അതുപോലെ അത്ഭുതങ്ങൾ അവർക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. അല്ലേ? ഒരു സൂഫി അല്ലെങ്കിൽ ഒരു പുണ്യവാളനായിട്ട് മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ളതുപോലെ തന്നെ മറ്റു മതസ്ഥരിലുള്ള ആൾക്കാരും അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അതിന്റെ സ്രോതസ്സ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് അതിന് പൈശാചികമായിട്ടുള്ള ശക്തി, പൈശാചികമായിട്ടുള്ള സ്വാധീനമൊക്കെ അവരിലുണ്ടാവും, അങ്ങനെ അവർക്ക് അനുഭൂതികൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലും ആധ്യാത്മികത ഉണ്ട്. പിന്നെ ഇസ്ലാം ദീനിലുള്ള പോലെ തന്നെ പ്രത്യക്ഷത്തിൽ സാമ്യത നമുക്ക് തോന്നുകയും ചെയ്യും. ഒരു മുസ്ലിം ത്വരീഖത്ത് സ്വീകരിച്ചിരിക്കണമെന്നത് നിർബന്ധമാണോ? ഞാൻ നേരത്തെ എന്റെ സംസാരം തുടങ്ങുമ്പോഴേ പറഞ്ഞു, ഒരാൾക്ക് സ്വർഗത്തിൽ പോകുമ്പോൾ സൂഫിയാകേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഇപ്പൊ തെരീക്കത്ത് സ്വീകരിക്കൽ നിർബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പോൾ നമ്മള് തെരീക്കത്തിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടലാണ്, അങ്ങോട്ട് എത്തിപ്പെടലാണ്. ഒരു ഷെയ്ഖിന്റെ അടുത്തേക്ക് നമ്മൾ എത്തിപ്പെടല. അപ്പൊ സൂഫി വര്യന്മാര് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ പരിസരത്തൊക്കെ ഉള്ള സൂഫി വര്യന്മാരൊക്കെ ഉണ്ടാവും. ആ സൂഫി വര്യന്മാരെ കാണുമ്പോൾ നമുക്ക് അവരിലേക്ക് നമ്മൾ ആകൃഷ്ടരാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ഒപ്പം നമ്മൾ നിൽക്കും. അങ്ങനെ ഉണ്ടാകേണ്ടതാണ് തെരീക്കത്തരം. തെരീക്കത്തൊരർത്ഥത്തിൽ ആവശ്യമാണ്, അത്യാവശ്യമാണ്. പക്ഷെ അത് ചിലപ്പോൾ നമ്മൾ വഴിപിഴപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. പിന്നെ ഇങ്ങനത്തെ ഷെയ്ഖുമാരോടും അതുപോലെ തന്നെ സൂഫികളോടൊക്കെ നമ്മൾ അടുക്കുക. ഇവിടെ ഉസ്താദ് നേരത്തെ പറയല്ലേ, സുഹബത്ത്, അവരെ കമ്പനി. അപ്പൊ നമുക്കുണ്ടാവുന്നത് എന്താ, നമ്മളെ ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച്. സാധാരണ സൂഫിസം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊക്കെ സമൂഹത്തിന്റെ അതാത് കാലത്തെ സൗകര്യങ്ങൾ പരിത്യജിച്ചവരും പൊതുമണ്ഡലങ്ങളിലും അല്ലാതെ ഇടപെടാതെ ജീവിച്ചു പോയവരുമാണല്ലോ. അങ്ങനെ ഇടപെട്ടുകൊണ്ട് സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ സൂഫിസം പ്രാക്ടീസ് ചെയ്തുകൂടെ? അങ്ങനെ പ്രാക്ടീസ് ചെയ്ത ഏതെങ്കിലും സൂഫികളുണ്ടോ? തസൗഫിനെ പറ്റി ഉള്ള ഒരു തെറ്റിദ്ധാരണയാണത്. കാരണം തസൗഫ് തരീഖത്ത് എന്നൊക്കെ പറയുമ്പോഴേ അതിലൊരിക്കലും തന്നെ സമൂഹത്തിൽ നിന്നുള്ള വിട്ടുപോക്കില്ല. സമൂഹത്തിന്റെ മധ്യത്തിൽ തന്നെ ഉണ്ടാകുക സൂഫികള്. ഇപ്പോ ഷെയ്ഖ് ജീലാനി ഉദാഹരണം പറയാം. ഷെയ്ഖ് ജീലാനിയുടെ ചരിത്രം മാത്രം നോക്കിയാൽ മതി. അദ്ദേഹം 50 വർഷക്കാലം അദ്ദേഹത്തിന്റെ മുജാഹദി സ്വന്തം റിയാദിയൊക്കെ ആയിട്ടു. പിന്നീട് അദ്ദേഹം രംഗത്ത് വന്നിട്ട് സമൂഹത്തിന്റെ മധ്യത്തിൽ തന്നെ അവരുണ്ടായിരുന്നത്. ഇപ്പൊ ഈ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്ന പിന്നെ ത്വരീഖത്തിന്റെ ഖാദിരിയ ത്വരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ പിന്നെ ആദ്യമായി അവിടെ പ്രസിഡന്റ് ആയിരുന്ന മുജദ്ദിദി. അഫ്ഗാനിസ്ഥാനിലെ ഖാദിരിയ തരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു റബ്ബാനി. അഫ്ഗാനിസ്ഥാന്റെ പ്രസിഡന്റ് ആയിരുന്നു അയാള്. അദ്ദേഹം റബ്ബാനി അവിടുത്തെ ഖാദിരിയ തരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ രണ്ടാമത് വന്ന പ്രസിഡന്റ് നക്ഷബന്ദിയ തരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു മുജദ്ദിദി. ഇവരൊക്കെ സൂഫികളാണ്. ഇവരെ ഈ താലിബാനൊക്കെ പെരക്കി വച്ചിമ്പിളുണ്ടാക്കി വന്നപ്പോൾ അവരൊക്കെ അങ്ങോട്ട് പോയതാ, രംഗത്തുനിന്ന് പോയതാണ്. പിന്നെ താലിബാൻ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ എതിരാ. താലിബാൻ ഇങ്ങനെ ആകെക്കൂടെ ഓടി പെരക്കി വന്നതാണ് അവര്. ആ പാകിസ്ഥാനിൽ പഠിച്ചിരുന്ന കുറെ ചെറുക്കന്മാരായിരുന്നു ആദ്യം, പിന്നെ ഓരോ ഇങ്ങോട്ട് വന്നുകൊണ്ട്. പക്ഷേ തസൗഫിന്റെ വഴിയിലുള്ളവരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മുജദ്ദി, അങ്ങനെയായിരുന്നു റബ്ബാനി. ഇപ്പൊ രാജ്യത്തിന്റെ പ്രസിഡന്റ് അടക്കമായ ആൾക്കാരാണല്ലോ. അപ്പൊ അതിലപ്പുറം ഇപ്പൊ എന്താ പൊതുരംഗത്ത് ഉണ്ടാവുന്നത്? ഒരുപാട് ഉദാഹരണം നമ്മളെ നാട്ടിൽ തന്നെ ഖാദിരിയ തരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമ്. അദ്ദേഹം സൂഫിയാണ്, ആരിഫാണ്. അതിന്റെ കൂടെ തന്നെ അദ്ദേഹം സമരനായകനുമാണ്. അതേപോലെ തന്നെ പിന്നെ നമ്മളെ ആലി മുസ്ലിയാര് 921 ഹീറോ ആയിട്ടുള്ള ആലി മുസ്ലിയാര്, അദ്ദേഹം ഖാദിരിയ തരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു, സമരത്തിന്റെ യോദ്ധാവായിരുന്നു എന്ന് മാത്രമല്ല രക്തസാക്ഷിയാണെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഉദാഹരണങ്ങൾ എത്രയോ നമ്മുടെ കൺമുമ്പിലൊക്കെ തന്നെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. മൂന്ന് ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കാൻ അവസരമുള്ളത്. ഈ നഷ്കബന്ദിയ തരീഖത്ത് അംഗീകരിക്കാൻ പറ്റുന്നതാണോ? ഖുർആൻ മാത്രമേ ഉള്ളൂ, ഹദീസുകളൊന്നും അംഗീകരിക്കില്ല എന്നൊക്കെ. നക്ഷബന്ദിയ തരീഖത്ത് അങ്ങനെയല്ല. നക്ഷബന്ദിയ തരീഖത്ത് ഇപ്പോ അബുൽ ഹസൻ അലി നബിയൊക്കെ നക്ഷബന്ദിയ തരീഖത്തിനോട് ബന്ധമുണ്ടായിരുന്നു.
ഹദീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. നഖ്ശബന്ദിയ തരീഖത്ത് സ്വീകരിക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ തരീഖത്ത് തന്നെയാണ് അറിയപ്പെട്ട നമ്മുടെ നാട്ടിലുള്ള ഖാദിരിയ തരീഖത്താകട്ടെ, ചിഷ്തിയ തരീഖത്ത്, നഖ്ശബന്ദിയ തരീഖത്ത്, സുഹ്റവർദിയ തരീഖത്ത്, ഇങ്ങനെയുള്ള തരീഖത്തൊക്കെ ഒരേപോലെ തന്നെ പിന്നെ ശരീഅത്തൊക്കെ ഉള്ളവർ തന്നെയാണ് ഇത് സ്വീകരിക്കണതിന് പ്രശ്നം. പിന്നെ അത് അതിന്റെ ഫോളോവറാന്ന് പറഞ്ഞാൽ നടക്കുന്ന ആൾക്കാരുണ്ടാവും, ഒരേൽപ്പം ഓരോന്നൊക്കെ പറയുണ്ടാവും. അതിനിപ്പോ തരീഖത്ത് ഉത്തരവാദിയല്ല. സാധാരണ തരീക്കത്തിലേക്ക് പോകുന്നവർ പിന്നീട് അതിന്റെ ഏജന്റായിട്ട് വരുന്നൊരു പ്രവണത കാണാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നൊരു പിന്നീട് ഒന്ന് അവരുടെ ഒരു പ്രചാരകരായിട്ട് വന്നിട്ട് പറയും മുറബിയായി ഷെയ്ഖാണ്, അതുപോലുള്ള കാര്യങ്ങൾ പറയും. നമ്മള് നൂരിഷാ തരീക്കത്തിനെ എതിർക്കാൻ തന്നെ ഉണ്ടായത് മുറബിയായി ഷെയ്ഖാന്നുള്ള വാദവുമായി വന്നുകൊണ്ട് ആ രീതിയിലൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് ഈ വാദത്തെ അംഗീകരിക്കുകയും ആ തരീക്കത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചും എന്താണ് അതിന്റെ അഭിപ്രായം എന്നാണ് ചോദ്യം. ഈ പിന്നെ പ്രൊപ്പഗേഷനെ പ്രചാരണത്തിന് നടക്കുമ്പോൾ തന്നെ അത് യഥാർത്ഥ ശരീഅത്തല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും, തരീഖത്തല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. തരീഖത്തിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല അതിങ്ങനെ പ്രചരിപ്പിച്ച് നടക്കല്. ആൾക്കാർ അങ്ങോട്ട് ചെല്ലല, മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് ചെല്ലലാണ്. കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അവർക്ക് തന്നെ ആരെയൊക്കെ വന്നു കിട്ടിയിട്ട് വേണമെന്ന് തോന്നുന്നതുകൊണ്ടല്ലേ. അങ്ങനത്തെ തോന്നൽ തരീഖത്തിൽ ഉണ്ടാവില്ല. യഥാർത്ഥ തരീഖത്ത് അല്ല എന്നുള്ളതിന് തെളിവാണ് ഈ ഒച്ചയും ഉണ്ടാക്കലും വാദപ്രതിരോധം നടത്തിയാണ്ട് അങ്ങനെ കുറെ തരീഖത്തുകൾ ഇപ്പം ഉണ്ടല്ലോ. തർക്കിച്ചാണ്ട് വരലും ബാക്കിയുള്ളവരൊക്കെ പാടെ എല്ലാം പേശ്വരാണെന്ന് പറയലും ഒക്കെ മുർത്തദ്ദാന്ന് പറയലും ഈ ജാതി ഓരോ വർത്താനായിട്ട് പറയുന്ന കുറെ തരീഖത്തുകളുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ ഇതിന്റെ സ്വഭാവത്തിന് തന്നെ എതിരാ. അസ്സലാമു അലൈക്കും. ഈ ഭഗവത്ഗീത മനസ്സിനെ പറ്റി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്, വളരെ ഡെപ്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇസ്ലാമിൽ എന്തെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും പുസ്തകങ്ങളോ മറ്റോ ഉണ്ടോ മനസ്സിനെ പറ്റി വിശദമായിട്ട് പറയുന്നത്? ആ മനസ്സിനെ പറ്റി വിശദമായിട്ട് പറയണേ ഖുർആനിൽ തന്നെ മനസ്സിനെ പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. മനുഷ്യന്റെ മനസ്സിൽ നഫ്സ് അമ്മാറുണ്ട്, നഫ്സ് ലവ്വാമുണ്ട്, നഫ്സ് മുത്തുമയിന്നുണ്ട്. അങ്ങനെ മനസ്സിനെ വിശദമായിട്ട് മനസ്സിനെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകളൊക്കെ തന്നെ ഖുർആനിലുണ്ട്. പിന്നെ ഖുർആന്റെ സ്വഭാവം അനുസരിച്ച് വല്ലാതെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയല് ഖുർആനിലില്ല, സൂചനകളല്ലേ. പിന്നെ അതിന്റെ വിശദീകരണമായിട്ട് ഇപ്പോൾ ഇമാം ഖസാലിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ ഈ കാര്യത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന നന്നായിട്ട് മനസ്സിനെ പറ്റിയൊരു ഭാഗം തന്നെ ഉണ്ട്. അജായിബുൽ ഖൽബ് എന്നൊരു ഭാഗം തന്നെ ഉണ്ട്. ആ ഭാഗത്തിൽ മനസ്സിനെ പറ്റിയും ആത്മാവിനെ പറ്റിയൊക്കെ വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഇന്നൊന്ന് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് എന്തിനാന്ന് വെച്ചാല് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കാനാണെന്ന് പറയും. അള്ളാഹുവിനെ എന്തിനാ നമ്മൾ ആരാധിക്കുന്നത്? അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാന്. നമ്മൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനുണ്ടല്ലോ ഇപ്പോ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ. നമ്മൾ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണ്ടല്ലോ, നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണ്ട് ദിവസേന. അതന്നെ എനിക്കെന്താ. പക്ഷെ അത് തസൗഫിന്റെ രീതി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആ രീതി ഒന്നുകൂടി ഉയരും വളരും. അതിന്റെ മനസ്സൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. പക്ഷെ ചെയ്യണുണ്ടല്ലേ നമ്മള്. എന്റെ ചോദ്യത്തിൽ വേറെന്തെങ്കിലും അർത്ഥം ഉണ്ടോ? ഞാൻ ഉദ്ദേശിച്ച് പറയുന്ന മറുപടി അള്ളാഹുവിനെ ആരാധിക്കാനാണെന്ന് പറയാം. അപ്പൊ പിന്നെയും കുറച്ചും കൂടി ചിന്തിച്ചു നോക്കണേ, അള്ളാഹുവിനിപ്പോ എന്താ നമ്മൾ ആരാധിക്കുന്നു? അതാ ചോദ്യം. അതെ, നമ്മൾ ആരാധിച്ചിട്ട് അള്ളാഹ്ക്കല്ല നമുക്ക് തന്നെ കാര്യം. അള്ളാഹ്ക്ക് നമ്മൾ ആരാധിച്ചിട്ട് അള്ളാഹ്ക്ക് ഈ ഭാഗത്തെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മളെ അധ്യാപകൻ നമ്മളോട് പറയും, കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മളോട് പറയും മര്യാദക്ക് പഠിച്ചുകൊണ്ടിട്ടോ, പഠിച്ചിട്ടില്ലേ അത് പഠിച്ചുകൊണ്ടെന്നുള്ള അധ്യാപകന്റെ കൽപ്പന സ്വീകരിച്ചാൽ അധ്യാപകന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമുക്ക് തന്നെ കാര്യം. നമ്മളെ നേതാക്കന്മാരെ പറ്റെ എതിർക്കുന്ന രീതിയിൽ മോശമായിട്ടൊക്കെ ഒരു നമ്മളെ ഇടയിൽ പ്രചരണമൊക്കെ നടത്തി വരുന്നുണ്ട്. ഒരു മറുപടി തക്കതായിട്ട് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഇപ്പൊ നമ്മൾ നേതൃത്വം എതിർത്തില്ലെങ്കിലും നമ്മളെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ കൂടുതലായിട്ട് അതെ, അതിനെന്താ കാരണം എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ പറയട്ടെ, പിന്നെ ഈ പലപ്പോഴും ഒരു കൂട്ടർക്ക് നമ്മളിലേക്ക് കടന്നു വരാനുള്ള ചില പഴുതുകൾ ഉണ്ടാവും. ആ പഴുതുകൾ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇപ്പൊ നമ്മളവിടെ ഈ കരുവാരോട് ഭാഗത്തൊക്കെ ഇപ്പൊ തബിലീഗേര് വല്ലാതെ കൂടിയിട്ടുണ്ട്. അതിന് കാരണം എന്താ വെച്ചാല് ഈ തബിലീഗ് ജമാഅത്ത് ആർക്കും ഉള്ളുകള്ളി അറിയില്ല, ആൾക്കാർക്ക് ഉള്ളുകള്ളി അറിയില്ല. ഒരു ചെറുക്കൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ട് ഒരു പെണ്ണിനെ പോയി കണ്ടു. ആ പെണ്ണിനെ കണ്ടപ്പോ നല്ലോണം പറ്റി.
ഓൻ കുടിയിട്ട് എന്നിട്ട് ഉപ്പാനോടും ഉമ്മാനോടും പറഞ്ഞു ഞാൻ ഒരു പെണ്ണെടുക്കണ ചോളെ തന്നെ കെട്ടണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെടാ, നമുക്ക് എതിർപ്പൊന്നുമില്ല, ഞാനൊന്ന് പോയോക്കട്ടെ, എന്തൊക്കെ ഓരോ സ്ഥിതിഗതികളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ, കുടുംബത്തിന്റെ മറ്റൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ബാപ്പ എന്നാണ്ട് അന്വേഷിച്ച് നോക്കുമ്പോ ആ പേരിൽ ആ പെണ്ണിന്റെ ബാപ്പ ഒരു കൊലക്കേസിൽ ജയിലിൽ 8 കൊല്ലം കടന്ന ആളാ. അപ്പൊ ഒന്നാണ് ചെറുക്കനോട് പറയാടാ, അത് നമുക്ക് പറ്റൂല, അത് പിന്നെ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യം അന്വേഷിച്ചപ്പോ അതൊന്നും പറഞ്ഞാൽ പറ്റൂല, ചോളെ തന്നെ വേണമെന്ന് അറിയും. അപ്പൊ എന്താ, നേരത്തെയുള്ള സമ്പ്രദായം അനുസരിച്ച് വാപ്പ ആദ്യം പോയി പശ്ചാത്തലം ചുറ്റുപാടൊക്കെ അന്വേഷിച്ചതിന് ശേഷം പിന്നെ ചെറുക്കനെ പറഞ്ഞേക്കലായിരുന്നു. ഇപ്പൊ ചെറുക്കൻ ആദ്യം കണ്ടുകാണ്ട് ഓന് പറ്റി. അതേപോലെ തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ്, നിസ്കാരത്തിനുള്ള വിളി, ഇതൊക്കെ ആൾക്കാർക്കാണ് പറ്റുകയാണ്. പറ്റുമ്പോൾ ആൾക്കാരായാലും കുടുങ്ങുകയാണ്. ഒരു നേരത്തെ പറഞ്ഞാൽ അതിന്റെ ഉള്ളുകളിലൊന്നും അന്വേഷിച്ചിട്ടുണ്ടാവില്ല. അതേപോലെ ചില സ്ഥലങ്ങളിൽ പിന്നെ ചിലര് ചില മുഖങ്ങളേറ്റ് വരും. അപ്പൊ അവരാൾക്കാർക്ക് പറ്റും. പറ്റിയിട്ട് പിന്നെ സ്ഥിതിഗതികളും ഓരോ വിശ്വാസവും അതിലുള്ള അബദ്ധങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ആൾക്കാർ തീ കുടുങ്ങിയിട്ടുണ്ടാവും. കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേർപെടുത്താൻ പറ്റൂല. അതേപോലെ തന്നെ ചെറുക്കന് പെണ്ണിനെ കണ്ട് കുടുങ്ങിയാൽ പിന്നെ അവനെ വേർപെടുത്താൻ പറ്റാത്ത മാതിരിന്റെ. അതെ, നമ്മളെ അട്രാക്ട് ചെയ്യണ ഘടകം, ഇത്തരം ആളുകളെ അട്രാക്ട് ചെയ്യണ ഘടകം എന്താണ് എന്ന് കണ്ടെത്തലാണ് അതിന് പ്രധാനമായിട്ട് വേണ്ടത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു പ്രസ്ഥാനത്തെ എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ അതിനെ അപ്രസക്തമാക്കുക ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങളോട് പ്രത്യേകിച്ച് പറയട്ടെ, ഇപ്പോ ഞാൻ പഠിപ്പിച്ചിരുന്ന ചെറുക്കന് പിന്നെ തബ്ലീഗിൽ പോയി കണ്ടപ്പോ ഞാൻ അവനോട് ചോദിച്ചു, ഇജ്ജിപ്പോ എന്താ തബ്ലീഗിൽ എന്ന് ചോദിച്ചു. അപ്പോ എന്നോട് പറഞ്ഞ എന്താ വെച്ചാല്, നിസ്കരിച്ചാൽ നേരായാല് ഓരാ നിസ്കരിച്ചാൽ പൊളിച്ചല്, ബാങ്ക് കൊടുത്താൽ പള്ളിക്കന്ന് ബാങ്ക് കൊടുക്കുക, ബാക്കിയുള്ളവരൊക്കെ മുക്കിരിനെ ഏൽപ്പിച്ചിക്കുക. ബാക്കിയുള്ളവരൊക്കെ മുക്കരിനെ ഏൽപ്പിച്ചിട്ടാണ് നിസ്കരിച്ചാൻ വിളിച്ചുന്ന പണി. മുക്കരി പള്ളിക്കൊന്ന് വിളിച്ചു, നിസ്കരിച്ചാൻ തരുമോ എന്ന് പറഞ്ഞ് വിളിച്ചു. പിന്നെ അതേ സമയത്ത് ഇവരങ്ങനെയല്ല, നിസ്കരിച്ചാനായാല് അല്ല നമുക്ക് പോയല്ലേ പള്ളിക്കരി പറഞ്ഞാണ് ഇന്നെ കൂട്ടിയാണ് നിസ്കരിച്ചാൻ കൊണ്ടുപോകും. നിസ്കരിച്ചാൻ കൊണ്ടുപോയി ഇന്ന നിസ്കാരം വളരെ ഓർഡർ ആയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാതെ എനിക്ക് ആ ഒരു അക്കീദ എന്താണ് ചെയ്തിട്ട് ഇല്ലാസ് ആരാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഇതേപോലെ ചില ആക്ടിവിറ്റീസ് ആകർഷിക്കും. അങ്ങനെ അത് നമ്മളും ചെയ്യേണ്ടതല്ലേ. ഓൻ പറഞ്ഞെന്ന് വെച്ചാൽ അവിടെ SKSF ഉണ്ട്, അവിടെ SSF ഉണ്ട്, അവിടെ MSM ഉണ്ട്, എല്ലാ സംഘടനകളും ഉണ്ട്. ഓരൊക്കെ ഉണ്ടായിട്ട് ഒരാരും നമ്മളെ പള്ളികൾക്ക് നിസ്കരിച്ചാൻ വിളിച്ചലോ പ്രേരിപ്പിക്കലോ അല്ല, അത് ഇവരാ ചെയ്യലേ. അതുകൊണ്ട് നമ്മൾ ഓലപ്പം പോകണമെന്നുള്ളൂ. അപ്പൊ ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഞമ്മക്കും പറ്റൂല ഈ പണിയൊക്കെ. ഈ സെഷൻ ഇനി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അസർ നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും പള്ളിയിലേക്ക് പോകേണ്ടതാണ്. നിസ്കാരം കഴിഞ്ഞ ശേഷം ചായ കുടിക്കണം. ശേഷം നമ്മുടെ മഗ്‌രിബിന് ശേഷം നമ്മുടെ സെഷൻ വീണ്ടും തുടരുന്നതായിരിക്കും. നന്ദി രേഖപ്പെടുത്തുന്നു.